കൂടിയ തീക്കകത്ത് നീ വീണാലും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന്റെ കൃപ മതി. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കാം. മോശ യഹോവയോട് പറഞ്ഞത് എന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്നു നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ഒരു വളരെ വേദപുസ്തകത്തിനകത്ത് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ റിവൈവൽ സംഭവിച്ച ഒരു മെസ്സേജാണിത്. പ്രൈസ് ദി ലോർഡ്. റോഡ്നി ഹോവാർഡ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു അഭിഷിക്തൻ ഒരു പെട്ടിയുമായിട്ട് കാനഡയിൽ നിന്നോ ഏതോ ഒരു രാജ്യത്തു നിന്നും അമേരിക്കയിൽ ഇറങ്ങി സ്റ്റോപ്പായി പോയ റിവൈവൽ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു അധ്യായത്തിലെ ശുശ്രൂഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ റിവൈവലിന് വേണ്ടി വലിയൊരു ഗ്ലോറി നമ്മുടെ അകത്ത് വെളിപ്പെടണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോഴാണ് ഉണർവ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. ഒരു ദേശത്തിൽ ഉണർവ് നടക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്കകത്ത് ഉണർവ് സംഭവിക്കപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉണർവെന്ന വാക്ക് എത്ര പേര് കേട്ടിട്ടുണ്ട്? പ്രൈസ് ദി ലോർഡ്. റിവൈവൽ അല്ലെങ്കിൽ ഉണർവ്, അത് എവിടെയാണ് ഉണ്ടാകേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഉണർവ് എവിടെ ഉണ്ടാകണം? ഉണർവ് എവിടെ ഉണ്ടാകണം? നിങ്ങൾ പറ. ഉണർവ് എവിടെയാണ് ഉണ്ടാകേണ്ടത്? നമ്മുടെ അകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഉള്ളിലാണ് ഉണർവുണ്ടാകേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണർന്ന്, ഉറങ്ങിയിരിക്കുന്ന നിങ്ങളെല്ലാം ഒന്ന് ഉണർന്ന് ശക്തിയോടെ കരങ്ങളെ ചേർത്തടിച്ച് വായികളെ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശക്തമായിട്ട് നമ്മുടെ അകത്താണ് ഉണർവ് സംഭവിക്കപ്പെടേണ്ടത്, മറ്റുള്ളവരുടെ അകത്തല്ല. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന പോകുന്ന ഇടങ്ങളിലെല്ലാം ഉണർവ് സംഭവിക്കപ്പെടും. യേശു കർത്താവിൻ്റെ ഉള്ളിൽ ദൈവശക്തി വന്ന് ഒരു ഉണർവ് സംഭവിച്ചപ്പോൾ കർത്താവ് പോയിടത്തെല്ലാം ഉണർവ് നടന്നു. നമ്മൾ പോകുന്നിടത്ത് ഉണർവ് നടക്കുന്നില്ല എങ്കിൽ അതിന് മറ്റുള്ളവരല്ല കാരണം, നമ്മളാണ് കാരണം. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ഉണർവ് അഗ്നി കത്തുമ്പോൾ അത് നമ്മൾ എവിടെ ചെന്നാലും തീ പറ്റിപ്പടിക്കുന്നത് പോലെ എല്ലാ ദേശങ്ങളിലും ജനങ്ങളുടെ ഇടയിലും ആ തീ വ്യാപരിക്കാനിടയാകും. അതുകൊണ്ട് KFM ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിനകത്ത് അഭിഷേകത്താൽ ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും ദൈവം മാനിക്കുന്ന വ്യക്തികളായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് പകൽ മാനുഷിക വ്യക്തികളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല. ദൈവം വലിയ ഇൻ്റർനാഷണലി വലിയ പ്ലാനും പദ്ധതിയോടെ, പ്രൈസ് ദി ലോർഡ്, നിങ്ങളൊരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ചെറിയ രീതിയിൽ കാണുമ്പോൾ ആത്മാവിൽ ഞാൻ നിങ്ങളെ കാണുന്നത് ഇൻ്റർനാഷണലി ദൈവം ഉപയോഗിക്കുവാൻ തിരഞ്ഞെടുത്ത വലിയ അഭിഷിക്തന്മാരായിട്ടാണ്. ഇന്ന് പകല് ദൈവം നിങ്ങളെ വലിയൊരു ഉണർവിന് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ശക്തിയോടെ ദൈവസന്നിധിയിൽ ആത്മസാന്നിധ്യത്തിൻ്റെ നടുവിൽ ദൈവശക്തിയോടെ ശക്തമായിട്ട് കരങ്ങളെ ചേർത്തടിച്ച്, കർത്താവേ എൻ്റെ അകത്തൊരു ഉണർവ് നൽകണമേ, എൻ്റെ ഉള്ളിലൊരു തീ ഇടണമേ. എൻ്റെ അകത്ത് ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ. ഒന്നാമത് ദൈവരാജ്യത്തിന് പ്രയോജനപ്പെട്ട് വരേണ്ടതിന്, എൻ്റെ ഹൃദയം മാറേണ്ടതിന്, എൻ്റെ ഉറക്കം അവസാനിക്കപ്പെടേണ്ടതിന്, എൻ്റെ ബലഹീനത മാറിപ്പോകേണ്ടതിന്, എൻ്റെ ഉള്ളിൽ ആദ്യ സ്നേഹം വെളിപ്പെടേണ്ടതിന്, എൻ്റെ ഉള്ളിൽ ഒരു ഉത്സാഹം വെളിപ്പെടേണ്ടതിന്, ഞാൻ വീട്ടിനകത്ത് ഇരിക്കാതെ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ അടുക്കൽ ഓടിച്ചെന്ന് ആ സുവിശേഷ വേല ചെയ്യുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എൻ്റെ അകത്ത് പകർന്നിരിക്കുന്ന ഈ തീ
അനേകരിലേക്ക് പകരുവാൻ എൻ്റെ കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കണമേ. ഉടകമാനവരീപ ശാന്തരവ. അതുപോലെ പ്രാർത്ഥിച്ച് ഹൃദയം നീറി ഹൃദയത്തിനകത്ത് നിന്നൊരു വാഞ്ച ഇന്ന് പകൽ ഉണ്ടാകട്ടെ, ശക്തമായിട്ടുണ്ടാകട്ടെ, അനേകരുടെ ഉള്ളിലുണ്ടാകട്ടെ. അനേക നാളുകളായി ഉറങ്ങിക്കിടക്കുന്ന ആ സ്പിരിച്വൽ ലൈഫിനകത്ത് ഇന്ന് പകല് നിങ്ങൾ വാശിയോടെ, ആഗ്രഹത്തോടെ, മോഹത്തോടെ, താല്പര്യത്തോടെ മറ്റുള്ള സകലത്തേക്കാൾ ഉപരിയായി യേശുവിനെ ഉയർത്താൻ, സുവിശേഷം പറയാൻ, ആത്മാക്കളെ നേടാൻ ഒരു വലിയ വാഞ്ച എൻ്റെ അകത്ത് കർത്താവ് ഇടണമേ. എൻ്റെ ഉള്ളിലൊരു ഉണർവ് സംഭവിക്കണമേ. എൻ്റെ ഉള്ളിലൊരു തീ കത്തണമേ. എൻ്റെ ഈ തണുത്ത അവസ്ഥ മാറ്റണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? എത്ര പേർ അതിന് ആഗ്രഹിക്കും? എത്ര പേർ അതിൻ്റെ ശരീരങ്ങളെ വിട്ടുകൊടുക്കും? എത്ര പേര് ആ ദേഹി ആത്മാവില ഇന്ന് പകല് ദൈവസന്നിധിയിൽ ചേരുവാൻ എൻ്റെ ശരീരത്തെ ദൈവത്തിന് ഞാൻ വിട്ടുകൊടുക്കുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു. എൻ്റെ ദൈവമേ, അടിയനെ അങ്ങയുടെ ഇഷ്ടം പോലെ പണിയണമേ എന്ന് എത്ര പേർക്ക് ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ സാധിക്കും? എന്നെ ഇങ്ങനെ ഇരുത്തരുതേ കർത്താവേ. എൻ്റെ ഭൗതിക തലങ്ങൾ, എൻ്റെ ആത്മീക തലങ്ങൾ ഇങ്ങനെ ഇരിക്കരുത്. എന്നെ കുറിച്ച് അങ്ങ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ, പ്രോമിസസുകൾ അത് എന്നിലൂടെ വെളിപ്പെടുക തന്നെ ചെയ്യണം. അത് ഭൗതികത്തേക്കാൾ ഉപരി അത് ആത്മീകത വെളിപ്പെടണമെന്ന് എത്ര പേർ ഇന്ന് മോശയെ പോലെ പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള എത്ര പേരുണ്ട്? എല്ലാം തികഞ്ഞു എന്ന ചിന്താഗതി ഇന്ന് മകൾ മാറിയിട്ട്, ഈ അഭിഷേകം, ഈ ശക്തി കൊണ്ട് ഈ ദേശത്തെയോ രാജ്യത്തെയോ പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കത്തില്ല. സ്തോത്രം. ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ് നമുക്ക് ആവശ്യമാണ്. ഒരു ഡബിൾ പോർഷൻ നമുക്ക് ആവശ്യമാണ്. ജീസസ്. ഉടകമാനവരീപ ശന്ധരവ വിമാന ശഭാരവരീപ ക്ഷീരവരക്ഷംഭാരവ. ഹല്ലേലൂയ ജീസസ്. കർത്താവേ, ഇന്ന് പകൽ KFM ഗ്ലോബൽ വർഷിപ്പ് സെന്ററിനകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ലൈഫിൽ കഴിഞ്ഞ 5-6 മാസമായി അനുഭവിക്കുന്ന പാരലൈസ്ഡായിരിക്കുന്ന അവസ്ഥ, ഉണർവില്ലാത്ത അവസ്ഥ, തീഷ്ണത നഷ്ടപ്പെട്ട അവസ്ഥ, വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥ, പ്രാർത്ഥന നഷ്ടപ്പെട്ട അവസ്ഥ, അഭിഷേകത്തിൻ്റെ ആ അനുഭവം നഷ്ടപ്പെട്ട അവസ്ഥ, ശരീരവും മനസ്സും ഒരുപോലെ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ ഇന്ന് പകല് ഞങ്ങളുടെ അകത്ത് ഈ ലോകത്തുള്ള എല്ലാത്തിനേക്കാൾ ഉപരി ആ ദൈവശക്തിയെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അഭിഷേകത്തെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഹല്ലേലൂയ ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ശക്തമായി മടുത്തു പോകാതെ കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ശക്തമായി അന്യഭാഷ പറഞ്ഞാട്ടെ. യെസ് 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 യെസ്. ഓ ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറിയസ് ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് പകല് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ. ആത്മസാന്നിധ്യം, ശക്തമായ ഒരു ആത്മസാന്നിധ്യം, ആത്മശക്തി യേശുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. റിലീസ് ആകട്ടെ. റിലീസ് ദ ഫയർ. റിലീസ് ദ ഫയർ അനോയിന്റിംഗ്. ഓ ജീസസ്. ഉടകമനവക്ഷമാനവരീപ ശന്ധരവരകതലവരിവ. ഓ റീഖമാനവ ശംഭാരവ ഉദാരവരീപ ക്ഷീരവ റീഭാരവ ശന്ധരവരകതു. യെസ്. അഭിഷേകത്തിന്റെ തീ കത്തട്ടുക. ആരാധനയിൽ മടുത്തു പോകരുത്. കൈകൾ കഴയ്ക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കെട്ടിന് പൊട്ടണം. നിങ്ങളുടെ കരങ്ങൾ കഴയ്ക്കുന്ന അവസ്ഥയുണ്ടോ? കെട്ടുപൊട്ടട്ടെ. ഷോളറുകൾ വേദനിക്കുന്നുണ്ടോ? ഇന്ന് പകൽ കെട്ടുപൊട്ടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെസ്. മനഃപൂർവമായി ഇന്ന് പകല് ആത്മീകതയിലേക്ക് കയറാൻ അനുവദിക്കാതെ പലവിധ വിഷയങ്ങളും ചെയ്യാൻ ദൈവമേൽപ്പിച്ചത് ചെയ്യാൻ ഉത്സാഹമില്ലാതാക്കുന്ന, ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പൊട്ടി മാനസികമായിട്ടുള്ള വിചാരങ്ങൾ, സങ്കല്പത്തിന്റെ കോട്ടകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. ജനത്തിന്റെ കെട്ടുകൾ ഞാൻ അടിക്കുന്നു യേശുവിൻ നാമത്തിൽ. യേശുവിൻ നാമത്തിന് ഇന്ന് ഇവിടെ ഇരുന്ന് ആരാധിക്കുന്ന ലീഡേഴ്സിന്റെ മേല് പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങി ഒരു ഉത്സാഹത്തിന്റെ, ഉറപ്പിന്റെ, ധൈര്യത്തിന്റെ ഒരു വലിയ പകർച്ച ഇതിനകത്തുണ്ടാകട്ടെ. വലിയൊരു ഉറപ്പ്, വലിയൊരു ധൈര്യം, വലിയൊരു ഉത്സാഹം. ദേശങ്ങളിൽ ഇറങ്ങി പോകാനൊരു ധൈര്യം, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പോകാനൊരു ധൈര്യം. യെസ്. രോഗികളെ സൗഖ്യമാക്കാനൊരു ധൈര്യം, ദൈവ സാന്നിധ്യം വഹിക്കാനൊരു വലിയ മനസ്സ്. ഓ ജീസസ്.
ജീസസ്. കർത്താവ് പറയുകയാണ്, ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തൊടുകയാണ്. നിന്റെ ഉള്ളിൽ പലപ്പോഴും ഇടുന്നതായ ആ ക്ഷീണം, ബലഹീനത, പലപ്പോഴും നിന്നെ കുറിച്ചുള്ള ദൈവത്തിന് വലിയ പ്ലാനാണ്, പദ്ധതിയാണ്. പക്ഷെ നിന്റെ ഹൃദയത്തെ മുരടിപ്പിച്ച് വിശാലതയിലേക്ക് വരാൻ അനുവദിക്കാതെ വെല്ലുവിളിക്കുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് പകല തീരുമാനം പലപ്പോഴും എടുക്കുമെങ്കിലും ആ തീരുമാനത്തിനകത്ത് നിന്ന് പെട്ടെന്ന് നിന്നെ പുറകോട്ട് വലിക്കുന്ന ചില ശക്തികൾ ഇന്ന് പകൽ പൊട്ടട്ടെ. അനേകരുടെ ഹൃദയത്തിനകത്ത് തളർച്ചയിട്ട് എന്തിനു വേണ്ടി നിൽക്കണം? ഇത് എത്രത്തോളം ബോധം, ഉത്സാഹത്തെ മരവിപ്പിച്ച് കളയുന്ന, ഉത്സാഹമില്ലാതാക്കുന്ന, മരവിച്ച് കളയുന്ന, തങ്ങളുടെ അണ്ടറിൽ കിടക്കുന്ന വിശ്വാസികളെ കാണാൻ പറ്റാതെ കണ്ണ് കുരുടായി പോകുന്ന, ഞാൻ എന്ത് ചെയ്യും, എവിടെ പോകും, എവിടെ ചെന്ന് പ്രവർത്തിക്കും? പക്ഷെ പ്രവർത്തിക്കാൻ നിന്റെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ കിടക്കുന്നത് പിശാച് അത് അടച്ചു വച്ചിരിക്കുകയാണ്. മനസ്സിനെ കുരുടാക്കിയിരിക്കുന്ന ദുരാത്മാവിന്റെ ശക്തികൾ യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. വലിയൊരു വിശാലമായ വയല്, ആ വയലിനകത്ത് നിൽക്കുമ്പോഴും കൊയ്ത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അത് കാണാൻ പറ്റാതെ വണ്ണം കണ്ണുകളെ അടച്ചു വച്ചിരിക്കുന്ന, വെളിപ്പാടില്ലാതാക്കുന്ന എല്ലാ സ്പിരിറ്റുകളും ഇന്ന് പകൽ ഈ ജനത്തെ വിട്ട് മാറട്ടെ. കണ്ണുകളിൽ നിന്ന് ചെതുമ്പൽ പോലെ ചിലത് വീഴുകയാണ്. പൗലോസിന്റെ കണ്ണുകളിൽ നിന്നും ചെതുമ്പൽ വീണതുപോലെ നിന്റെ കണ്ണുകളിൽ നിന്ന് ചില ചിതമ്പലുകൾ ഇന്ന് പകൽ ആത്മാവ് എടുത്തു കളയുന്നു. നിന്റെ ഹൃദയത്തിന്റെ തടിച്ച അനുഭവം ഇപ്പോൾ അത് മെഴുകുപോലെ ഉരുകുകയാണ്. ഹൃദയത്തെ ബലഹീനമാക്കി തടിപ്പിച്ച് കുരുട്ട കണ്ണുകളാക്കിയ അവസ്ഥകളെ ഇന്ന് പകൽ ഞാൻ പൊട്ടിക്കുന്നു. I pray. ആദ്യ സ്നേഹം, ദൈവസ്നേഹം, ആ ദൈവസ്നേഹത്തിനകത്ത് മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിനകത്ത് മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിനകത്ത് മടങ്ങി വരുവാൻ, ദൈവസ്നേഹത്തിനകത്ത് മടങ്ങി വരുവാൻ. Yes, receive the power, receive the power, receive the power. സ്തോത്രം. കർത്താവ് ശക്തമായിട്ട് ചില വാതിലുകൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വന്ന അനേകരുടെ മേലോട്ട് ഒരു വലിയ ആത്മാ പകർച്ചകളെ, ചില ബന്ധനങ്ങൾ, ചില വലിയ പൈശാചിക കെട്ടുകൾ കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ശരീരത്തെയൊക്കെ ബന്ധിച്ചിരുന്ന, മനസ്സിനെ കെട്ടിയ ചിലതൊക്കെ ആത്മാവ് ഈ ആരാധനയിലൂടെ പൊട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് ചങ്ങലകൾ പൊട്ടി മാറുന്ന ഒരു കാഴ്ച ഞാൻ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ കരങ്ങളിലോട്ട് ചാവി തരുന്നതും, ഒരു വലിയ ചാവി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് അത് ഹൃദയത്തെ ഓപ്പൺ ചെയ്യുന്ന ചില കാഴ്ചകളെ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ സമയത്താണ് ഒരു ദൈവസാന്നിധ്യം ഇവിടെ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകല പിശാച് അടച്ച ചിലതിനെ ദൂതൻ ഇറങ്ങി തുറന്നിരിക്കുക. പിശാച് അടച്ച ചിലതിനെയൊക്കെ ദൂതൻ ഇറങ്ങി തുറന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് ശക്തമായ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങളെ ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങൾ പൊട്ടി നിങ്ങൾ ഓടാൻ തുടങ്ങാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഈ 33-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഒരു വലിയ സീസൺ, മേജർ ഷിഫ്റ്റിങ്ങിലോട്ട് അതിഭയങ്കരമായി ഒരു സഭയെ അല്ലെങ്കിൽ വലിയൊരു മെഗാ ചർച്ചിനെ കർത്താവിൻ്റെ അഭിഷിക്തനായ മോശയുടെ കരങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ഒരു സാധാരണ മനുഷ്യന് ഇത്രയും വലിയ വെളിപ്പാടുണ്ടോ എന്ന് നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വലിയ പ്രാർത്ഥനയും ഒരു ചോദ്യവും ദൈവത്തിനോട് ചോദിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. മോശ അന്നത് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഈ മോശ ചോദിച്ച അതേ ചോദ്യം ചോദിച്ചവരൊക്കെ ഈ ലോകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് ചാൾസ് ഫിന്നി, അങ്ങനെ തുടങ്ങി ഒരുപാട് അഭിഷിക്തന്മാർ ഈ മോശ ദൈവത്തിനോട് അന്ന് സംസാരിച്ചത് ചോദിച്ചു. ആ ചോദിച്ചവരെയാണ് ദൈവം പിൽക്കാലങ്ങളിൽ വലിയ ഉണർവ് ശുശ്രൂഷകരാക്കി പുറത്തെടുത്തത്. പ്രൈസ് വലിയ റിവൈവലിസ്റ്റുകളായി ഇന്ന് നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഇന്ന് നമ്മൾ പറയുന്ന പല വലിയ അഭിഷിക്തന്മാരുടെയും പുറകിൽ ഈ മോശയുടെ ഈ ചോദ്യമാണ് അവരെ ഈ ലെവലാക്കിയത്.
പ്രൈസ് ലോർഡ്. റെയ്നാഡ് ബോംഗെ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. DGS ദിനകരൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. ബെന്നി ഹിൻ എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമുക്ക് അങ്ങനെ ആകാൻ സാധിക്കുമോ? പ്രൈസ് ലോർഡ്. എന്നാൽ അവരുടെയൊക്കെ വളർച്ചയുടെ പിമ്പിൽ അവരുടെയൊക്കെ ആ മിനിസ്ട്രിയുടെ രഹസ്യം എന്ന് പറയുന്നത് ഇന്ന് ഈ അധ്യായത്തിനകത്ത് മോശ ചോദിച്ച ആ ചോദ്യമാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. മോശയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിനോട് ചോദിക്കാം. കാരണം ദുശാഠ്യമുള്ള ജനമാണെന്ന് 33-ാമത്തെ അധ്യായത്തിനകത്ത് ആരംഭം നമ്മൾ വായിക്കുമ്പോൾ ഈ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണ്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തിനും ഏതിനും വഴക്ക് കൂടുന്ന ദുശാഠ്യമുള്ള ഈ ജനത്തിൻ്റെ നടുവിലൂടെ എനിക്കിനി നടക്കാൻ വലിയ പ്രയാസമാണെന്ന് ദൈവം പറയുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഈ മോശ എന്ന അഭിഷിക്തൻ, സൗമ്യനായ ആ ദൈവത്തിൻ്റെ ദാസൻ, ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് ദൈവത്തോട് സംസാരിക്കുകയാണ്. കർത്താവേ, അങ്ങനെ പറയരുത്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഈ ജനത്തെയും കൊണ്ട് എനിക്ക് ഒരിക്കലും കനാൻ ദേശത്ത് എത്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എനിക്ക് ഈ ജനത്തെയും കൊണ്ട് പോകാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അതിനുള്ള പ്രാഗൽഭ്യമോ ശക്തിയോ കഴിവോ ഒന്നും എനിക്കില്ല. പ്രൈസ് ലോർഡ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം, തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല എങ്കിൽ പ്രൈസ് ലോർഡ് ഞങ്ങൾക്ക് ഒരിക്കലും വാഗ്ദത്തം കാണുവാൻ സാധിക്കുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ മർമ്മമുണ്ട്. പ്രൈസ് ലോർഡ്. വലിയൊരു വെളിപ്പാട് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവരെ ദൈവം വേർതിരിച്ച് ഇറക്കിയത് വലിയൊരു വാഗ്ദത്തം കൊടുത്തിട്ടാണ്. എന്താണ് വാഗ്ദത്തം? എന്ത് വാഗ്ദത്തമാണ് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തിട്ട് ഇറക്കിയത്? കനാൻ ദേശം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കി തരും, പാലും തേനും ഒഴുകുന്ന. ഹല്ലേലൂയ. വലിയ ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കി തരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ ജനം ഇറങ്ങിയത് ദൈവം കഴിഞ്ഞ 400 വർഷമായിട്ട് ദൈവത്തെ, സത്യദൈവത്തിൻ്റെ ആരാധിക്കുന്നതിന് ആരാധന അവിടെ വെളിപ്പെടുന്നില്ല. പ്രൈസ് ലോർഡ്. 400 വർഷമായിട്ട് ആരാധന അവിടെ വെളിപ്പെടുന്നില്ല. പ്രൈസ് ലോർഡ്. ആരാധിക്കുന്നില്ല ഈ ജനം. അപ്പൊ മോശ ചെന്ന് ഫറവോനോട് പറയുന്നത് ഈ ജനത്തെ, സത്യദൈവത്തെ ആരാധിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നതാണ്. പ്രൈസ് ലോർഡ്. ദൈവം ഈ ജനത്തിനോട് പറയുന്നത് കാണിപ്പാനിരിക്കുന്ന ഒരു ദേശം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ മോശ ഫറവോനോട് പറയുന്നത് ആരാധിക്കാൻ വേണ്ടി, ഈ സത്യദൈവത്തെ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നീ വിടണം. പ്രൈസ് ലോർഡ്. സ്തോത്രം. അപ്പോൾ ഫറവോൻ പറയുന്നുണ്ട്, ഇവിടെ ഇരുന്ന് ആരാധിച്ചാൽ പോരെ, ഇവിടെ എങ്ങനെ ഇരുന്ന് ആരാധിച്ചാൽ പോരെ. പ്രൈസ് ലോർഡ്. എന്നാൽ അത് പോരാ. സ്തോത്രം. നമ്മൾ ഇന്ന് ഇരിക്കുന്ന രീതിയിൽ ആരാധിച്ചാൽ പോരാ. സ്തോത്രം. എപ്പോഴും ആരാധനയ്ക്ക് അതിൻ്റെതായ ഒരു വ്യത്യാസമുണ്ട്. പ്രൈസ് ലോർഡ്. അത് ഇരിക്കുന്ന ഇരിടത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പാരമ്പര്യമുള്ളിടത്തോ അല്ലെങ്കിൽ ദൈവത്തെ മഹത്വം കൊടുക്കാത്തവൻ്റെ ഇടയിലല്ല നമ്മൾ ആരാധിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. ഫറവോനും അവൻ്റെ ആ ദേശവും യോസേഫിനെ അറിയാത്ത ഒരു രാജാവും ഈ ജാതികളുടെ ഇടയിലിരുന്നല്ല ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇനി അങ്ങോട്ട് ആ ഇരിക്കുന്ന ഇടത്തൊക്കെ ഇരുന്ന് ആരാധിച്ചാൽ പോരെ. അത് പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്തും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ചോദ്യങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. സ്തോത്രം. ഇത് പോരെ, ഇങ്ങനെ ഇരുന്ന് ആരാധിച്ചാൽ പോരെ, മിണ്ടാതിരുന്ന് ആരാധിച്ചാൽ പോരെ. പ്രൈസ്. ഈ കൈയടിക്കണമോ, ഈ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? പ്രൈസ് ലോർഡ്. ഇത്രയും വലിയ ആരാധനയൊക്കെ ഈ ശബ്ദകോലാഹലത്തിൻ്റെ കാര്യമുണ്ടോ? ഞങ്ങൾ പണ്ട് CSI സഭയിൽ ഞങ്ങൾ ജേക്കബ് ഉപദേശിയുടെ കാലഘട്ടത്തിൽ ഭയങ്കര ആരാധനയും ഭയങ്കര ഫയറായിരുന്നു. അതിനുശേഷം ജേക്കബ് ഉപദേശിയെ അറിയാത്ത ഒരു ദൈവദാസൻ അവിടെ വന്നു. പ്രൈസ് ലോർഡ്. ഒരു അച്ഛൻ അവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ച എൻ്റെ മാതാവും എൻ്റെ സഹോദരനും ആരാധനയുടെ നടുവിൽ അന്ന് ആ CSI സഭയ്ക്കകത്ത് പകുതി പേരും ആത്മാവിൽ ആരാധിക്കുന്നവരാണ്. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ഒരു നൈറ്റ് പ്രെയർ വെച്ചപ്പോൾ പുതിയ അച്ഛൻ വന്നു. പ്രൈസ് ലോർഡ്. പുതിയ അച്ഛൻ വന്നപ്പോൾ ഇതാ അഭിഷേകം പ്രാപിച്ചവർക്ക് കർത്താവിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടു. പ്രൈസ് ലോർഡ്. ആരാധന വെളിപ്പെട്ടപ്പോൾ ഈ ജനത്തിന് അറിയത്തില്ല വന്നിരിക്കുന്ന അച്ഛൻ ഈ ആരാധന ഇഷ്ടമല്ല എന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ആരാധന ശക്തമായി വെളിപ്പെട്ടപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ഈ അച്ഛനും ഭാര്യയും കൂടെ മുഖത്തോട് മുഖം നോക്കി കുലുങ്ങി ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് വായ് പൊത്തിപ്പിടിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. ഇതെല്ലാം കണ്ട്
ഞാൻ അവിടെ ഇരിപ്പുണ്ട്, അന്ന് അവിടെ ഇരിപ്പുണ്ട്. പ്രൈസ്. ഞാൻ അന്ന് വിശ്വാസിയല്ല, ഞാൻ അവിശ്വാസിയാണ്. ഇവർക്ക് കൂട്ടുപോയത് ആരാധിക്കാൻ. പ്രൈസലോ സ്തോത്രം. ഞാൻ അന്ന് അവിടെ ഇരിപ്പുണ്ട്. അന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ പറഞ്ഞു നമുക്കിനി ഇവിടെ വരണ്ട. പ്രൈസ്. കാരണം എൻ്റെ മാതാവ് ആരാധിച്ചു, എൻ്റെ ബ്രദർ ആരാധിക്കുന്നത് കണ്ട് പള്ളിയിലച്ഛൻ എന്ത് ചെയ്യാണ്? കൈപൊത്തി ചിരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ടില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. CSI സഭ വിട്ടപ്പോൾ ദൈവത്തിൻ്റെ ഗ്ലോറി ആരാധിക്കാൻ വേണ്ടി വെളിപ്പാട് കിട്ടി. അഭിഷിക്തൻ ആ സഭയിൽ നിന്ന് ഇറങ്ങിയതോടുകൂടി ആ വെളിപ്പാട് അവസാനിച്ചു. അവിടെ പിന്നെ ജാതീക ആരാധനയാണ് അവിടെ വെളിപ്പെടുന്നത്. മിണ്ടരുത്, ചിരിക്കരുത്, കൈയടിക്കരുത്, അനങ്ങരുതെന്ന് പറയുന്ന ആരാധന. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരു ആരാധനയല്ല. മിസ്രയീമിൻ്റെ ഇടയിൽ അവർ പറയുന്നത് പോലെ ആരാധിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മനുഷ്യൻ പറയുന്നതനുസരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവത്തിനെ പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കാനാണ് ദൈവം നമ്മളെല്ലാവരും വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ആരാധന എവിടെ വെളിപ്പെടുന്നുവോ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വാഗ്ദത്തം വെളിപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച, വാഗ്ദത്ത ദേശം കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ ജനത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് മോശ ചോദിക്കുന്ന ഒരു കാര്യം, കനാൻ ദേശത്ത് പോകാൻ ഞങ്ങളെ സഹായിക്കണമെന്നല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെന്താ മോശ ചോദിച്ചത്? മോശ എന്താ ചോദിച്ചത്? കനാൻ ദേശത്ത് പോകാൻ എനിക്കും കൂടെ ഭാഗ്യം തരണമെന്നാണ് പ്രാർത്ഥിച്ചത്? എങ്ങനെയെങ്കിലും ആ ദേശം കൈവശമാക്കാൻ സഹായിക്കണമെന്നാണോ പ്രാർത്ഥിച്ചത്? എന്താണ് മോശ ചോദിച്ചത്? പ്രൈസ് ദി ലോർഡ്. എന്താ ചോദിച്ചത്? ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് ചോദിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ വാഗ്ദത്തമാണോ വലുത്? വാഗ്ദത്തം തന്നവനാണോ വലുത്? നിങ്ങൾക്ക് ആരാ വലുത്? നിങ്ങളുടെ വാഗ്ദത്തമാണോ വലുത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേട്ട ദൂതാണോ നിങ്ങൾക്ക് വലുത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വിളിച്ച് ദൈവം ഇറക്കിയപ്പോൾ ദൈവം പറഞ്ഞ ദൂതുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പലതും നിറവേറി, പലതും നിറവേറിയില്ല. ഹല്ലേലൂയ. അപ്പോൾ നമ്മളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൂതുകളുമാണോ നമുക്ക് വലുത്? പ്രൈസ് ദി ലോർഡ്. പലർക്കും വലുത് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകാമെന്ന്, ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ കൊണ്ടുപോകാമെന്ന്, എൻ്റെ തലമുറയോട് ഇന്നത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ വന്ന് ഇഷ്ടംപോലെ ദൂത് നമ്മൾ വലിയ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്ഥലം തരാം, വീട് തരാം, കാറ് തരാം, ജോലി തരാം, അവിടെ കൊണ്ടുപോകാൻ, ഇവിടെ കൊണ്ടുപോകാൻ. ഇതിനു വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഉടനെ കർത്താവെ ആ ഡയറി എടുത്തുകൊണ്ട് വെച്ച് കൈവച്ച് എന്നോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ലേ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥനകളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളോട് ദൈവം പറഞ്ഞ ദൂതുകൾ നിറവേറിയില്ല. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമ്മൾ 3 ദിവസം ഇരിക്കുന്നു, 7 ദിവസം ഇരിക്കുന്നു, 40 ഇരിക്കുന്നു. പക്ഷേ എത്ര ഇരുന്നിട്ടും ഇതങ്ങോട്ട് വിടുതലാകുന്നില്ല. കാരണം നമ്മൾ മോശയെ പോലെ ദൈവത്തിനോട് നമ്മൾ സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ചോദിക്കുന്നില്ല. ദൈവത്തെ നമുക്ക് വേണ്ട, ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന അനുഗ്രഹം നമുക്ക് മതി. ഹല്ലേലൂയ. അപ്പോൾ അനുഗ്രഹം വേണോ, ദൈവത്തെ വേണോ? എത്ര പേർക്ക് വേണം ദൈവത്തെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആ നല്ല ദൈവത്തിന് കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമുക്ക് ഇന്ന് പകരം നമുക്ക് വേണ്ടത് വാഗ്ദത്തം ദേശമല്ല, കനാൻ ദേശമല്ലായിരുന്നു മോശയ്ക്ക് വലിയത്. കാരണം മോശ കാണാത്തതൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. മോശ കണ്ടിട്ടുണ്ട്, കൊട്ടാരം കണ്ടിട്ടുണ്ട്. മോശ നല്ല പട്ടും മെത്തേ കിടന്നുറങ്ങിയവനാ. മോശയ്ക്ക് നല്ല ഇന്റർനാഷണൽ വിദ്യാഭ്യാസമുള്ളവനാ. മോശയെ സംബന്ധിച്ച് സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചവനാ. ഇന്ന് മോശയ്ക്ക് ഇതൊന്നും വലിയ കാര്യമില്ല. മോശയെ സംബന്ധിച്ച് സുഖവാസം എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞു നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. മോശ വലിയ കാര്യങ്ങൾ കണ്ടവനാ. ഇന്ന് മോശയ്ക്ക് അതെല്ലാം ചപ്പും ചവറുമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം മോശ സന്തോഷിച്ചതുപോലെ, സുഖിച്ചതുപോലെ, കഴിച്ചതുപോലെ, അനുഭവിച്ചതുപോലെ ഈ ജനം കണ്ടിട്ടില്ല. പക്ഷേ മോശ പറഞ്ഞു ഇതൊന്നുമല്ല എനിക്ക് വിഷയം. ഹല്ലേലൂയ. എനിക്ക് ഈ ജനത്തിൻ്റെ നായകനാകുന്നതല്ല വിഷയം. എനിക്ക് ഈ ഇത്രയും ജനങ്ങളെയും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ആ കനാൻ ദേശത്താക്കുന്നതല്ല എനിക്ക് വിഷയം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കർത്താവേ ഒരു നിമിഷം പോലും അങ്ങയുടെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കത്തില്ല. തിരു സാന്നിധ്യം എൻ്റെ കൂടെ പോരണമേ എന്ന് മോശ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കാരണം ജനത്തിൻ്റെ സാന്നിധ്യമല്ല എനിക്ക് ആവശ്യം, സംഘടനയുടെ സാന്നിധ്യമല്ല എനിക്ക് ആവശ്യം. എനിക്ക് വാഗ്ദത്തങ്ങളല്ല വലിയ കാര്യം, എനിക്ക് വാഗ്ദത്തം തന്ന അങ്ങാണ് വലിയവൻ. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന ചിലർ ഇതിനകത്തുണ്ടെങ്കിൽ
നിന്റെ ലൈഫിൽ ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറിയാലും നിറവേറിയില്ലെങ്കിലും എൻ്റെ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയുടെ മഹത്വം, അങ്ങയുടെ ആ കൂട്ടായ്മയിൽ നിന്നും ഞാൻ പിരിഞ്ഞു പോകാൻ ദൈവം എന്നെ അനുവദിക്കരുത്. രാപകല് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് തന്നെ എനിക്ക് ജീവിക്കണമെന്ന് ഇന്ന് പകൽ നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ നിന്നെയാണ് ആത്മാവ് ഒരു റിവൈവലിസ്റ്റായി ഇന്ന് പകൽ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. നിന്നിലൂടെയാണ് ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നത്. നീ ചോദിക്കുന്നതിനും നിനയ്ക്കുന്നതിനും അത്യന്തപരമായി ഇന്ന് പകൽ നിന്റെ ലൈഫിൽ അത്ഭുതം നടക്കണമെങ്കിൽ നിന്റെ ചോദ്യം, നിന്റെ പ്രാർത്ഥന, നിന്റെ വിശ്വാസം, നിന്റെ കാഴ്ചപ്പാട് ഇന്ന് പകൽ മാറട്ടെ. Praise the Lord. Hallelujah, Jesus. Praise the Lord. Hallelujah. Praise the Lord. സഹോദരൻ, നമ്മുടെ ലൈഫിൽ വലിയൊരു ബെൻസ് നമുക്ക് കിട്ടിയെന്ന് വെച്ചോ, ഒരു BMW കിട്ടി, വലിയ 2 നില വീട് നമുക്ക് കിട്ടി. പക്ഷേ അതിനകത്ത് കയറിയിട്ട് ഈ ദൈവത്തിൻ്റെ മഹത്വം, ദൈവസാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല, ദൈവകൃപ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ഇത് നമുക്കൊരു വലിയ ഭാരമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊരു വലിയ ഭാരമാണ്. ഈ ലോകത്തിലുള്ള ഏത് അനുഗ്രഹം, അത് എത്ര വലിയ പൊസിഷനാണെങ്കിലും, എത്ര വലിയ ലാൻഡാണെങ്കിലും അത് നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മളെ കൂടെ ഇല്ലെങ്കിൽ അത് നമുക്കൊരു വലിയ ഭാരമായി മാറാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകരുടെ ലൈഫിൽ പണമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ അവരുടെ കൂടെ ആ ദൈവം അങ്ങ് വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. അവിടെ ചിന്തയും നോട്ടവും അവരുടെ താല്പര്യം മുഴുവനും ജോലി, 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 വരുമാനം, വരുമാനം, വരുമാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനേകരുടെ ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധം. ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. പ്രൈസ് ദി ലോർഡ്. അവർ വിദേശത്തുള്ളവരാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പോകണം, നിങ്ങളുടെ അപ്പനെ കാണാൻ പോകണം, അമ്മയെ കാണാൻ പോകണം, നിങ്ങളുടെ അപ്പനെ അമ്മയൊക്കെ എല്ലാ ദിവസവും വിളിക്കണം, അവർക്ക് എത്ര രൂപ അവർക്ക് കയ്യിലുണ്ടെങ്കിലും നിങ്ങൾ എന്തെങ്കിലും അയച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എപ്പോഴും വിദേശം അല്ലെങ്കിൽ ഈ ഗൾഫ്, അവിടെ തന്നെ കിടക്കാൻ നിങ്ങൾ നോക്കരുത്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളുടെ കൂടെ ദൈവമില്ല, ദൈവ സാന്നിധ്യമില്ല, ദൈവം നിങ്ങളുടെ കൂടെ ഇല്ല. ഇന്ന് നിങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ദൈവസന്നിധിയിൽ വരുന്നത്, പ്രാർത്ഥിക്കുന്നത്. പക്ഷേ എപ്പോഴോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന, അവർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ, ഒരു സമയത്ത് ഞാൻ വാഹനത്തിൽ വരുമ്പോൾ, ഞാൻ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ എൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ജോലി സ്ഥലത്തോട്ട്, വീട്ടിൽ നിന്നും ജോലി സ്ഥലത്തോട്ട് പോകുമ്പോൾ എൻ്റെ അടുക്കൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ആ ആത്മാവിനോട് ഞാൻ സംസാരിച്ച് സന്തോഷിച്ച് ആ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത് പോലെ ഞാൻ ഫീൽ ചെയ്യുന്നത് മാത്രമല്ല, നോക്കുമ്പോൾ ആ സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ അടയാളമുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് ഭയങ്കരമായ സന്തോഷം. ആ സമയത്ത് ഞാൻ അനുഭവിച്ച ഒരു ധൈര്യം. അന്ന് ഞാൻ ജോലി സ്ഥലത്താണെങ്കിലും എപ്പോഴും അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നെ കാണുന്നവരൊക്കെ ചോദിക്കും, നിന്റെ മുഖത്ത് എന്താണ് ഇത്ര വലിയ സന്തോഷം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കഴിഞ്ഞ 2-3 വർഷമായി പാസ്റ്ററെ എൻ്റെ ലൈഫിൽ നിന്ന് അത് പോയി. എങ്ങനെ പോയി? വേറെ ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചതാണോ? പ്രൈസ് ദി ലോർഡ്. പിശാച് അടിച്ചുകൊണ്ട് പോയതാണോ? അല്ല. എങ്ങനെ പോയി? നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ആത്മീക പിന്മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിശാചിന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ് നമ്മൾ കൈ കഴുകി കളയരുത്. പ്രൈസ് ദി ലോർഡ്. അത് അവന്റെ മണ്ടയെ കൊണ്ട് വയ്ക്കരുത്. മനുഷ്യന്റെ കാര്യമാണ്. അവൻ കാരണം, ഇവൻ കാരണം, പ്രൈസ് ദി ലോർഡ്, ആ വ്യക്തി കാരണം, ഈ വ്യക്തി കാരണം എന്ന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തരുത്. പ്രൈസ് ദി ലോർഡ്. പിശാചിനെ കുറ്റപ്പെടുത്തരുത്, മനുഷ്യനെ കുറ്റപ്പെടുത്തരുത്, ദൈവത്തെ കുറ്റപ്പെടുത്തരുത്. നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മീകതയുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയത്, ആദ്യ അഭിഷേകം നഷ്ടപ്പെടുത്തിയത്. ആദ്യത്തെ ആ തീഷ്ണത നമ്മളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതൊരു മടങ്ങി വരവിന് വേണ്ടി ഈ ദിവസങ്ങൾ ആത്മാവ് പറയുകയാണ്, നമ്മൾ തന്നെയാണ് ഇതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടത്.
നമ്മൾ പലപ്പോഴും നാട്ടുകാരും വീട്ടുകാരും അവരത് പറഞ്ഞു ഇത് പറഞ്ഞു, അതാണ് എന്നെ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ അങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നില്ല, എന്നെ അത് പറയുന്നത് ഇതൊന്നും ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കാണ്ടെന്ന ആ വെളിപ്പാട് മോശയ്ക്കുണ്ടായി. അതുകൊണ്ടാണ് മോശ ഈ 10-30 ലക്ഷം പേര് എൻ്റെ കൂടെ ഉണ്ട്, ഈ ജനങ്ങളെല്ലാം എനിക്ക് ഇൻ്റർനാഷണൽ പണി തന്നിട്ടാണ് കർത്താവെ നിർത്തിയിരിക്കുന്നത്. കാരണം ഈ ചെങ്കടലിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇത്രയും കഷ്ടപ്പെട്ട് 10 അത്ഭുതങ്ങൾ ചെയ്ത് ഇവരെയും കൊണ്ട് ഈ 400 സംവത്സരം ഇവർ അനുഭവിച്ച കഷ്ടതയിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശം പാലും തേനും ഒഴുകുന്ന ദേശത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ദൈവമേ അങ്ങനെ തിരഞ്ഞെടുത്ത് അത്ഭുതങ്ങൾ ചെയ്ത് ഇവരെയും കൊണ്ട് ഇറങ്ങിയപ്പോൾ എന്നെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി നടന്ന ജനമാണ്. അതുകൊണ്ട് ഇവരുടെ സാന്നിധ്യമല്ല എനിക്ക് വേണ്ടത്. ഇവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല, അങ്ങേക്ക് പോലും സാധിക്കുന്നില്ല. കാരണം ദുശാഠ്യമുള്ള ജനമാണ്. എനിക്ക് വേണ്ടത് അങ്ങയുടെ സാന്നിധ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ മർമ്മം മനസ്സിലായി? നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇന്ന് പകൽ നിങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ പേഴ്സണൽ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ ഈ വ്യക്തികളൊന്നും നിന്റെ കൂടെ ഉണ്ടായിട്ട് ഒരു സ്വസ്ഥതയും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യനിൽ നിന്നും ഒരു സ്വസ്ഥതയും ഈ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നീ പ്രതീക്ഷിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. വേറൊരു വഴി അല്ലെങ്കിൽ വേറൊരു വഴി കൂടെയൊക്കെ അവർ നമ്മളെ ഹൃദയത്തെ കലക്കിക്കൊണ്ടിരിക്കും. പക്ഷേ ഇന്ന് പകല് ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ പ്രൈസ് ദി ലോർഡ്, കലക്കുന്നവൻ ഓടയിൽ വീണ് ചാവും, നീ ഉന്നതങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഫ്ലൈറ്റ് പറക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. കലക്കുന്നവന് പ്രതിഫലമുണ്ട്, പക്ഷേ കലങ്ങിപ്പോകുന്ന നിന്നെ ദൈവം അനുഗ്രഹിച്ച് ആ കനാൻ ദേശത്തെത്തിക്കുവാനിടയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടത് കൂട്ടുകാരുടെ ബലമല്ല, നമുക്ക് ഈ ലോകത്തിൻ്റെയും മനുഷ്യരുടെയും ജനത്തിൻ്റെയും ബലമല്ല, ബന്ധുക്കളുടെ ജനമല്ല, ബന്ധം പിന്നെ ആ ഒരു ഇതല്ല വേണ്ടത്. മരണത്തിനും കല്യാണത്തിനും വന്ന് ഫുഡടിച്ചിട്ട് പോകുന്ന ബന്ധുക്കളല്ല നമ്മുടെ ബലം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പകല് ഏത് സമയത്തും ഏത് പ്രതികൂലത്തിലും ഏത് കഷ്ടതയിലും നിന്നെ കൈവിടാതെ ഞാൻ നിന്നെ പെറ്റമ്മ നിന്നെ മറന്നാലും നിന്നെ ഞാൻ മറക്കയില്ലെന്ന് അരുളി ചെയ്ത ഈ ജീവിക്കുന്ന ദൈവത്തെ നീ മുറുകെ പിടിച്ച് നീ രാപകൽ നീ ഒരൊറ്റ ആഗ്രഹം മാത്രം, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം, അങ്ങയുടെ മഹത്വം എനിക്ക് വേണം, അങ്ങയുടെ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് മോശയുടെ ഏറ്റവും വലിയ വെളിപ്പാടെന്ന് പറയുന്നത്. മോശയുടെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ അങ്ങയുടെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സാന്നിധ്യം. അതാണ് യോശുവ. അവിടെ വലിയ ഭയങ്കര സംഭവങ്ങൾ നടക്കുക. മോശ ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവം മോശയോട് സംസാരിക്കുന്നു. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഒരാള് കൂടാരത്തിനകത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരാണ്? യോശുവ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സംഭവമില്ല. മോശയോട് ദൈവം സംസാരിക്കുന്നു, ദൈവം മോശയോട് സംസാരിക്കുന്നു. യോശുവയ്ക്ക് ഒരു എന്തില്ല, എന്തോ പിന്നെ അസൂയയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോശുവയ്ക്ക് ഒരു അസൂയയില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ യോശുവയ്ക്ക് വേണമെങ്കിൽ ചെന്ന് മറ്റുള്ള അഹരോനും പിന്നെ മറ്റ് കോരഹിൻ്റെ പുത്രന്മാരും ഒക്കെ അവിടെ ഭയങ്കര അസൂയപ്പെട്ട് പരസ്പരം, ഇവൻ മാത്രമേ ഉള്ളൂ പ്രവാചകൻ, ഇവൻ മാത്രമേ ഉള്ളൂ ദൈവത്തിനെ കണ്ടവൻ, ഇവൻ മാത്രമേ ഉള്ളൂ ദൈവം വിളിച്ചവൻ, ഈ പുള്ളി മാത്രമേ ഉള്ളൂ പ്രവാചകൻ, ഇവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കോരഹും പുത്രന്മാരും പാളയത്തിനകത്ത് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അഹരോനും മിരിയാമും ഇവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായതിൽ ഇവൻ മാത്രമേ ഉള്ളൂ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞ് അവിടെ മത്സരിക്കുമ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ 2 വ്യക്തികൾ മാത്രം പാളയത്തിന് ലക്ഷക്കണക്കിന് ജനങ്ങളുള്ളപ്പോൾ 2 പേരുടെ ഹൃദയത്തിനകത്ത് മാത്രം ഒരു അസൂയയില്ല, മത്സരമില്ല, ഒന്നുമില്ല. അവര് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ മോശയ്ക്ക് കൈത്താങ്ങ് കൊടുത്തുകൊണ്ട് അസൂയയില്ലാതെ മത്സരമില്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് ഒന്നും ശ്രദ്ധിക്കാതെ എനിക്കെന്റെ ദൈവം മതി, എനിക്ക് അങ്ങയുടെ കൃപ മതി, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി എന്ന് പറഞ്ഞ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോശുവ അവിടെ ഇരിക്കുക. ഹല്ലേലൂയ. യോശുവ അവിടെ ഇരിക്കുമ്പോഴാണ് മോശ മുഖാമുഖമായി കർത്താവ് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ഒരു കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖമായി നേരിട്ട് നിന്നോട് സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ സൗമ്യതയുള്ളവരാണ് മോശ എന്ന് ദൈവം ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക. പക്ഷേ സൗമ്യത എന്ന് പറഞ്ഞാൽ 7 അകലത്ത് പോലും പോകാത്ത പാർട്ടിയാണ് ആര്? മോശയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നുകളഞ്ഞവന്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് വെള്ളത്തെ എന്ത് ചെയ്തു? പാറയെ കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജനത്തിന്റെ ഇത് കണ്ട് പെട്ടെന്ന് ദേഷ്യം വന്ന് പാറയെ അടിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ മാനുഷികമായി നോക്കുമ്പോൾ മോശ ഭയങ്കര മുൻദേഷ്യക്കാരനാ, എടുത്തുചാട്ടക്കാരനാ, ദേഷ്യം വരുന്നവനാ, പ്രതികരിക്കുന്നവനാ. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ മോശയ്ക്ക് ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഈ മോശ ഒരു സൗമ്യനാണ്. ആ മോശയോട് ഞാൻ സംസാരിക്കുന്നത് കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെയാണ്. സ്പഷ്ടമായി ഞാൻ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട് സഹോദരങ്ങളെ, ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ കർത്താവേ അങ്ങയുടെ ആ ശബ്ദം എനിക്കൊന്ന് കേൾക്കണം, എനിക്ക് അങ്ങയെ ഒന്ന് കാണണം. എൻ്റെ ആ ബെഡ്റൂമിനകത്ത് കർത്താവേ അങ്ങയുടെ ദൂതൻ ഇറങ്ങുന്നത് എനിക്കൊന്ന് അനുഭവിച്ചറിയണം. അങ്ങയുടെ കരം എൻ്റെ തോളിൽ സ്പർശിക്കുന്നത് എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ഇന്ന് പകല ദൈവത്തിൻ്റെ ഗ്ലോറി എനിക്ക് വേണം, ദൈവത്തിൻ്റെ മഹത്വം എനിക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരെ ഇതിനകത്ത് എത്ര പേരുണ്ട്? യോശുവയെ പോലെ ദൈവസഭയോട് ചേർന്ന്, മോശയോട് ചേർന്ന് ദൈവ സാന്നിധ്യത്തെ ഏതൊരു വിധത്തിലുള്ള അസൂയയില്ലാതെ, മത്സരമില്ലാതെ, പൂർണ്ണ ഹൃദയത്തോടെ വിഷന് വേണ്ടി, ദർശനത്തിന് വേണ്ടി കൂടെ നിൽക്കാൻ തയ്യാറുള്ള എത്ര പേർ, എത്ര യോശുവമാർ ഇവരവിടെ ഉണ്ട്? നീ നാളത്തെ ശുശ്രൂഷകനാണ്, നീ നാളത്തെ അഭിഷിക്തനാണ്, നീ നാളത്തെ പാസ്റ്ററാണ്, നീ നാളത്തെ അപ്പോസ്തലനാണ്, നീ നാളത്തെ പ്രവാചകനാണ്. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുന്ന ഞാൻ തിരിച്ചറിയുകയാണ്. അനേകരുടെ ശരീരത്തില് അടുത്തൊരു കാലഘട്ടത്തിലെ പ്രവാചകനാകുവാൻ, അടുത്ത കാലഘട്ടത്തിലെ പ്രവാചകിയാകുവാൻ, അടുത്ത കാലഘട്ടത്തിലെ അപ്പോസ്തലനാകുവാൻ ഇന്ന് പകല ചിലരുടെ അകത്ത് ദൈവത്തിന്റെ വലിയ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയട്ടെ. ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദൈവത്തിന്റെ സ്നേഹം ഹൃദയത്തിനകത്തു നിന്നൊരു വാഞ്ച ഇന്ന് പകൽ ഉണ്ടാകട്ടെ. യേശുവേ, എനിക്ക് വാഗ്ദത്തമല്ല വലുത്, എനിക്ക് രാജ്യങ്ങളല്ല വലുത്, എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതല്ല വലുത്, എനിക്ക് 2 നില വീടല്ല വലുത്, എനിക്ക് കാറല്ല വലുത്, എനിക്ക് ജോലിയല്ല വലുത്, എനിക്ക് തലമുറയല്ല വലുത്, എനിക്ക് കുടുംബമല്ല വലുത്, എനിക്ക് വലുത് അങ്ങയുടെ സാന്നിധ്യം. ഓ ജീസസ്. ദൈവത്തിന്റെ സാന്നിധ്യം കൊതിക്കുന്ന ചിലരെ ഇന്ന് പകല ദൈവം ഇന്റർനാഷണൽ ലെവലിൽ എടുത്തെറിയാൻ പോവുക. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് കിടന്നുറങ്ങിയ ചിലരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് കിടന്നുറങ്ങുന്ന ചിലരെ, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ചിലരെ, യെസ്, ആത്മാവിനോട് ശക്തമായി പറയുക, ഇതിനകത്ത് നിന്ന് ചിലർ ഇന്ന് പകല ഒരു സ്പെഷ്യൽ കോളിങ്ങോടെ, ഒരു സ്പെഷ്യൽ ടച്ചിങ്ങോടെ ആത്മാവ് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസൺ. ഓ ദൈവ സാന്നിധ്യത്തെ മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, ഓ പ്രൈസ്, പണ്ഡിതന്മാരാകാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഓ പ്രൈസ്, അറിവിന്റെ പുറകെ ഓടാനല്ല, ഇന്റർനെറ്റിന്റെ പുറകെ ഓടാനല്ല, ഭാഷന്മാരുടെ പുറകെ ഓടാനല്ല. ഇന്ന് പകൽ ദൈവത്തിന്റെ പുറകെ ഓടുവാൻ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരുപ്പാൻ. ഒരു ലീഡർ, അടുത്തൊരു ശുശ്രൂഷകൻ എങ്ങനെയാണ് വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ ദൈവം ശുശ്രൂഷകന്മാരെ തിരഞ്ഞെടുത്തത് എങ്ങനെയാണ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ സകല ദൈവം തിരഞ്ഞെടുത്ത എല്ലാവരുടെയും പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശമൂവേലിന്റെ പ്രത്യേകത, ഏലി പുരോഹിതൻ കണ്ണ് കാണാതെ സ്വന്തം മക്കൾ ദൈവസഭയ്ക്കകത്ത് കാണിക്കുന്ന മ്ലേച്ഛത കണ്ടിട്ടും പ്രവാചകനായ ഏലി പുരോഹിതൻ മിണ്ടാതെ, മക്കളുമായിട്ട് ഇനി അടി വേണ്ട, പ്രശ്നം വേണ്ട, അവരെന്തോ ചെയ്യട്ടെ, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് ആ സഭയ്ക്കകത്ത് നടന്ന കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്ന ഏലി പുരോഹിതൻ പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ മക്കൾ യുദ്ധത്തിൽ പെട്ടുപോയി. പക്ഷേ പെട്ടകത്തിന്റെ അടുത്ത് രാത്രിയും പകലുമില്ലാതെ കിടന്നുറങ്ങിയ ശമൂവേൽ എന്ന് പറയുന്ന ആ അഭിഷിക്തനെ ദൈവം ദാൻ മുതൽ ബർഷേബ വരെ ഒരു വാക്കിന് പോലും മാറ്റമില്ലാത്ത ശക്തമായ ദൂത് പറയുന്ന പ്രവാചകനായി തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകല് ഇതിനകത്തിരിക്കുന്ന നിന്നോടുള്ള ദൂത, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്ത് കിടക്കാൻ നീ തയ്യാറാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തിരിക്കാൻ മടിയില്ലെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിനെ തേടി വരാൻ താല്പര്യം നീ കാണിക്കുകയാണെങ്കിൽ, നിന്റെ കുടുംബത്തിന്റെയും ഭവന പ്രാർത്ഥനകൾക്ക് മുടക്കമില്ലെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്ന മനോഭാവത്തിന് ഇന്ന് പകൽ നിനക്ക് താല്പര്യം കുറഞ്ഞു പോയിട്ടില്ല എങ്കിൽ, ദൈവത്തിന്റെ അഭിഷിക്തന്മാരോട് ചേർന്ന് നിൽപ്പാൻ നിനക്ക് താല്പര്യം കുറഞ്ഞു പോയിട്ടില്ലെങ്കിൽ,
പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവരാ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ശമൂവേലിനെ തിരഞ്ഞെടുത്ത് എന്തിനാ? രാപകലില്ലാതെ കുഞ്ഞു നാളിൽ മുതൽ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ദൈവത്തിൻ്റെ പെട്ടകത്തിന് അടുത്ത് കിടന്നുറങ്ങുന്ന ആ പൈതൽ. ഹല്ലേലൂയ. യോശുവയെ ദൈവം തിരഞ്ഞെടുത്തതിൻ്റെ രഹസ്യം എന്താണ്? ഒരു തരത്തിലുള്ള മത്സര മനോഭാവമില്ലാതെ പരിപൂർണമായൊരു ശിഷ്യത്വത്തിൻ്റെ മനോഭാവത്തോടെ മോശയ്ക്ക് കൈക്കീഴിൽ ഇരുന്ന് പ്രൈസ് ദി ലോർഡ് സ്തോത്രം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കൊതിച്ച് രാപകലില്ലാതെ മോശ സീനായി മലയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഉടമ്പടിയുമായിട്ട് ദൈവമായിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കുമ്പോൾ ഇതാ താഴ്വാരത്തിൽ പലരും ഹല്ലേലൂയ ഈ സമയം നല്ലതാണ്. കാരണം പാസ്റ്റർ ഇല്ല, അഭിഷിക്തനായ മോശ ഇവിടെ നമ്മളോട് കൂടെ ഇല്ല, ആരും ശ്രദ്ധിക്കാനില്ല. പെട്ടെന്ന് എന്ത് ചെയ്തു? അഹരോൻ, ആരുമില്ല, പാസ്റ്ററില്ല, ഇവിടെ പോയി. പാസ്റ്റർ എവിടെ പോയി? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുക, പർവ്വതത്തിലിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിനെ ഫേസ് ടു ഫേസ് കാണുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ ഇപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്, ദൈവമായിട്ടുള്ള അഭിമുഖമായി സംഭാഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. താഴ്വരയിൽ ദാ അഹരോനുണ്ട്, ആ അഹരോന്റെ സഹോദരി മിരിയാമുണ്ട്, എല്ലാവരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ താഴ്വാരത്തിനും ജനത്തിന്റെ ഇടയിൽ കലങ്ങി മറിയാതെ യോശുവയും കാലേബുമൊക്കെ പർവ്വതത്തിന്റെ അടിവാരത്തിൽ ജനവുമായിട്ട് മിക്സ് ചെയ്യാതെ, പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ മുകളിലാണ്, കാണാൻ പറ്റുന്നില്ല. 40 ദിവസമായി, ഒരു അറിവുമില്ല, ഇന്റർനെറ്റ് ഇല്ല, കണക്ഷൻ ഇല്ല, ഫോൺ വിളിയില്ല, പാസ്റ്റർ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. പാസ്റ്ററിനെ കാണാനില്ല. ഹല്ലേലൂയ. പക്ഷേ താഴ്വാരത്തിൽ പാസ്റ്റർ വരുന്നത് വരെ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങോട്ട് മനസ്സ് ചഞ്ചലപ്പെട്ടു പോകാതെ ഉറച്ച മനസ്സോടെ ആ അഭിഷിക്തന് വേണ്ടി മുകളിലിരുന്ന ദൈവത്തോട് സംസാരിക്കുന്ന അഭിഷിക്തന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന യോശുവയെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. എന്നാൽ മറുഭാഗത്ത് നമ്മൾ കാണുന്നത് അഹരോനും മിരിയാമും എല്ലാവരും കൂടെ ചേർന്ന് എന്ത് പറയുകയാണ്? ജനങ്ങളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പോയാൽ ശരിയാവോ? സ്തോത്രം. പുള്ളിയെ കാണാനുമില്ല, കേൾക്കാനുമില്ല, വിളിയുമില്ല, പറച്ചിലുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. എന്ത് ചെയ്യാം? നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഹല്ലേലൂയ. എന്തായാലും ഇത്രയും പേരൊക്കെ ഇല്ലേ, പുള്ളി ഇനി വരുമോ ഇല്ലെന്ന് ആർക്കറിയാം, ഇനി ഈ സഭ തുടങ്ങുമോ ഇല്ലെന്ന് ആർക്കറിയാം. അപ്പൊ കിട്ടിയ ആൾക്കാരെയും കൊണ്ട് നമുക്കൊരു പരിപാടി അങ്ങ് തുടങ്ങാം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ അഹരോനും ആൾക്കാരെല്ലാം കൂടെ എന്ത് ചെയ്തു? അവരുടെ വെളിപ്പാട്. അപ്പൊ അവരുടെ അകത്തിരുന്ന ഹൃദയത്തിനകത്തിരുന്നതാണ് കാള. ഈ ഹൃദയത്തിനകത്തിരിക്കുന്ന സംഭവമാണ് വെളിയിൽ വരുന്നത്. അപ്പോൾ അഹരോനോടും എല്ലാവരും ചോദിച്ചു, നമ്മൾ ആരെ ആരാധിക്കും? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എങ്ങനെ ആരാധിക്കും? നമുക്കിനി ആര് നേതാവാകും, ലീഡറാകും? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഉടനെ അഹരോൻ പറയണം, നമുക്കൊരു കാളക്കുട്ടി എന്ത് ചെയ്യാം? അപ്പോൾ അഹരോന്റെ ഹൃദയത്തിനകത്തിരുന്ന സ്പിരിറ്റ് ഏതാണ്? ദൈവത്തിൻ്റെ ആത്മാവാണോ? എന്താണ്? കാളക്കുട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വിഷൻ മാറി, ദർശനം മാറി, അഭിഷേകം മാറി. പെട്ടെന്ന് ഈവിൾ സ്പിരിറ്റ് അവിടെ കയറി. പ്രൈസ് ദി ലോർഡ്. ശാപം, വലിയൊരു കൂട്ടം ജനത്തെ ശാപത്തിൻ്റെ തീക്കകത്ത് വലിച്ചെറിയാൻ ഉള്ള ആഭരണം എല്ലാം ഇഞ്ഞ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ആഭരണം എല്ലാം കൂടെ ഇട്ട് തീക്കകത്തിട്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധനയും തുടങ്ങി. മുകളിലെ സത്യാരാധന നടക്കുന്നു, താഴെ എന്ത് നടക്കുന്നു? അന്യാരാധന നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അതിനാണോ ദൈവം നമ്മളെ വിളിച്ചത്? ഫേസ് ടു ഫേസ് നോക്കി ചോദിച്ചു, എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചേ. പ്രൈസ് ദി ലോർഡ്. അന്യാരാധന നടത്താനാണോ വിളിച്ചത്? ഗ്രൂപ്പിസം ഉണ്ടാക്കാനാണോ വിളിച്ചത്? മത്സരിക്കാനാണോ വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദുശാഠ്യത്തോടെ നടക്കാനാണോ നിന്നെ ദൈവം വിളിച്ചത്? പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എന്തിനാ നിന്നെ വിളിച്ചത്? സ്തോത്രം. അഭിഷിക്തന്മാരെ കണ്ടില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും സംസാരിച്ചില്ലെങ്കിലും താഴ്വരയിൽ മാറിയിരുന്ന മിക്സഡ് ഗ്രൂപ്പിനകത്ത് പോകാതെ, ദർശനം നഷ്ടപ്പെട്ടവൻ്റെ കൂടെ കൂട്ടുകൂടാതെ, അനാവശ്യമായി കൈകൊടുക്കാതെ മാറിയിരുന്ന ദൈവശബ്ദം കേട്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ഇരിക്കുന്ന യോശുവയാണ് നീയെങ്കിൽ നിന്റെ ലൈഫിൽ അടുത്തൊരു സീസൺ വെളിപ്പെടും. ആ സീസൺ നീ ഒരു അഭിഷിക്തനായി, പ്രവാചകനായി, യോർദാനെ വിഭാഗിക്കുന്നവനായി നീ ഒരു വാക്ക് പറയുമ്പോൾ സൂര്യനും ചന്ദ്രനും നിന്നെങ്കിൽ ആത്മാവ് പറയാണ്, രഹസ്യത്തിൽ നിന്റെ ഹൃദയം കാണുന്ന ഒരു ദൈവം ഇന്ന് പകലുണ്ട്. പ്രൈസ് ദി ലോർഡ്. പരസ്യമായിട്ട് നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ, പരസ്യമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ,
മനുഷ്യൻ കാണാത്ത രഹസ്യത്തിലുള്ള നിന്റെ മനോഭാവത്തെ തിരിച്ചറിയുന്ന ദൈവം നാളെ നിന്നെ ഒരു ശുശ്രൂഷകനാക്കി തിരഞ്ഞെടുക്കണമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, നിന്റെ രഹസ്യത്തിലുള്ള മനോഭാവവും കറക്റ്റ് ആയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പലരും പരസ്യമായി വന്ന് മോശ നിൽക്കുകയാണെങ്കിൽ മോശയെ നേരിട്ട് കാണെങ്കിൽ അഹരോനോ മിരിയാമോ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും ഡിസിഷൻ എടുക്കുമോ? സ്വന്തമായിട്ട് എടുക്കോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. മോശയെ കാണാതായപ്പോൾ സ്വന്തമായി ഡിസിഷൻ എടുത്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യോശുവ എടുത്തില്ല. സ്തോത്രം. അപ്പൊ പരസ്യമായും രഹസ്യമായും നമ്മുടെ ഹൃദയത്തെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് പരസ്യ ശുശ്രൂഷയില് ദൈവം പരസ്യമായി പബ്ലിക്കില് ഒരിക്കലും മോശയോട് പറഞ്ഞില്ല, മോശേ ഈ കൂടാരത്തിൽ നിന്റെ കൂടെ ഒരുത്തനെ ഉള്ളൂ, രണ്ടുപേരെ ഉള്ളൂ എന്ന്. കാലേബും യോശു വേറെ എല്ലാം കള്ളന്മാരാ എന്നെങ്കിൽ എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ദൈവം പറഞ്ഞില്ല, മോശയോട് പറഞ്ഞില്ല. മോശ അടുത്ത നിന്റെ മരണശേഷം ഞാൻ യോശുവയെ തിരഞ്ഞെടുക്കുന്ന മോശയോട് ദൈവം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോശയോട് ദൈവം ഒന്നും പറഞ്ഞില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ്, മൗനമായിരിക്കുകയാണ് ദൈവം. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവം? മൗനമായിരുന്ന ഈ പാളയത്തിനകത്തുള്ള ഓരോരുത്തന്റെയും പ്രവൃത്തിയെ ദൈവം എന്ത് ചെയ്യുക? അളന്നു തൂക്കിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മോശയുടെ കാലശേഷം വന്നപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ജനമുണ്ടെങ്കിലും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ ദൈവം ഇത്രയും വർഷം മോശയുടെ കൂടെ നടന്ന യോശുവയുടെ സകല പ്രവർത്തികളെയും തിരിച്ചറിഞ്ഞു. രഹസ്യമായി ദൈവസാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് മോശയ്ക്കെതിരായിട്ട് സംസാരിക്കാതെ, സഭയ്ക്ക് വിരോധമായി പ്രവർത്തിക്കാതെ, തന്നിഷ്ടപ്രകാരം നടക്കാതെ, മത്സരത്തിന് കൂട്ടുനിൽക്കാതെ പൂർണ്ണമായും കർത്താവിൽ യഹോവ ഭക്തനായി താൻ ജീവിച്ചപ്പോൾ പരസ്യമായി ഒരു ദിവസം മോശയുടെ മരണത്തിന് ശേഷം യഹോവയെ ദൈവം പാളയത്തിനകത്തിറങ്ങി വന്നിട്ട് വിളിച്ചത് വേറെ ആരുമേ അല്ല. പ്രൈസ് ദി ലോർഡ്. ആരെ? അഹരോനെ വിളിക്കേണ്ടതാ. മോശയ്ക്ക് ശേഷം ആരെയാ വിളിക്കേണ്ടത്? അഹരോനെയാ വിളിക്കേണ്ടത്. പക്ഷേ വിളിച്ചത് ആ പാരമ്പര്യത്തിൽപ്പെട്ടവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെ വിളിച്ചത്? രഹസ്യമായി ദൈവവുമായി ബന്ധമുണ്ടായിരുന്ന, പരസ്യത്തിലും രഹസ്യത്തിലും ദൈവത്തിന് ഒരു പ്രശ്നമുണ്ടാക്കാത്ത, സഭയ്ക്കൊരു വിഷയമുണ്ടാക്കാത്ത, ദൈവത്തിൻ്റെ അഭിഷിക്തന് ഒരു വിഷയമുണ്ടാക്കാത്ത നിഷ്കളങ്കനും നീതിമാനുമായ യോശുവയെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി, ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകല് ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ചിലരെ അതുപോലെ ദൈവം തിരഞ്ഞെടുക്കാൻ പോവുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെ കണ്ണുകൊണ്ട് കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും കൈ കൊടുക്കുമ്പോൾ കാണിക്കുന്ന കുറേ അഭിനയമല്ല ദൈവരാജ്യം. ദൈവരാജ്യത്തെ നമ്മൾ പറ്റിക്കരുത്, വഞ്ചിക്കാൻ ശ്രമിക്കണ്ട. കാരണം നിന്റെ ലൈഫിൽ വരുന്ന ആളുകളിൽ വെളിപ്പെട്ട് വരുന്ന അനുഗ്രഹവും ഉയർച്ചയും നന്മയും അത് വിളിച്ചു പറയും നീ ആരാണ് രഹസ്യത്തിൽ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഭൗതിക ആത്മീക മേഖലകളിൽ ദൈവം നിന്നെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരസ്യമായി വെളിപ്പെടുമ്പോൾ അതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വില കൊടുപ്പിൻ്റെ അനുഭവമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു മഹത്വം വെളിപ്പെടണമെങ്കിൽ ഒരു വില കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് 2002 കർത്താവ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഇറങ്ങി വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, 94 നിങ്ങളോട് ഞാൻ സംസാരിച്ച പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കുടുംബമായി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പക്ഷേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ സ്ഥലവും വീടും എല്ലാം വിറ്റിട്ട് ഞാൻ പറയുന്ന എൻ്റെ ശബ്ദം കേട്ട് പൂർണ്ണമായിട്ടും ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? വില കൊടുക്കാതെ എനിക്ക് ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്നത് വിടാനും വയ്യാന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവനെ അല്ല ദൈവം റിവൈവൽ ഏൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയുള്ള ചിലരുണ്ട്, എനിക്ക് എല്ലാം വേണം, പ്രൈസ് ദി ലോർഡ്, അതും വേണം ഇതും വേണം എല്ലാം വേണം എന്ന് പറയുന്നവരെ അല്ല ദൈവം ദൈവരാജ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അന്ന് കർത്താവ് ചോദിച്ചു, ഈ സ്ഥലം വേണോ, വീട് വേണോ, എന്നെ വേണോ? എൻ്റെ ശബ്ദത്തിന് കാത് കൊടുത്ത് അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇറങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? എന്നാൽ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞ ദൂതിൻ്റെ അടിസ്ഥാനത്തിൽ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ എൻ്റെ സാക്ഷികളായി നിങ്ങൾ മാറാൻ പോയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ. മോശ ചോദിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ്. എന്നാൽ മോശയോട് ദൈവം പറഞ്ഞത് എന്താണ്? വായിച്ച് 13-14 വായിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവം പറഞ്ഞത്? എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ചോദിച്ച മോശയോട് ദൈവം പറഞ്ഞ എന്താണ്?
ഈ സ്വസ്ഥത ഇല്ലാത്തതിന് കാരണം എന്താ? മുഖത്തോട് മുഖം സ്വസ്ഥത ഉണ്ടോയെന്ന് ചോദിച്ചേ. വല്ല സ്വസ്ഥതയുണ്ടോ? വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ടോ? ഹൃദയത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഈ സ്വസ്ഥത ഇല്ലാത്തതിന് എന്താ കാരണം? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്തല്ല നമ്മൾ ഇരിക്കുന്നത്. സ്വസ്ഥത കിട്ടാൻ വേണ്ടി പരക്കം പാഞ്ഞ് നടന്നാൽ കിട്ടത്തില്ല. ഈ സ്വസ്ഥത കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിന്റെ അകത്തുണ്ടായിരിക്കണം. അടുത്ത വായിച്ചോ. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. അതാണ് പ്രൈസ്. ഓരോ ദിവസവും നീ രാവിലെ എഴുന്നേറ്റ് ദൈവത്തിനോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്നത്തെ ദിവസം ഞാൻ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ലൈഫിനെ തരികയാണ്. പ്രൈസ്. ഈ ദിവസം കർത്താവെ അങ്ങൻ്റെ ഇടയനാണ്, അങ്ങനെ നടത്തണം, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ കൂടെ പോരണം. വായിച്ചോ. എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഏതിനാൽ അറിയും? നീ ഞങ്ങളോട് കൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. വിശേഷതയുള്ളവരായി മാറി. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ, നാട്ടുകാരുടെയൊക്കെ ഇടയിൽ ഞങ്ങൾ ഇന്ന് വിശേഷതയുള്ളവരായി മാറി. ഹല്ലേലൂയ. ഇന്ന് നെടുമങ്ങാട് താലൂക്കിൽ ഞങ്ങൾ താമസിക്കുന്ന മഞ്ച ഏരിയയിൽ JTSന്റെ ഭാഗത്ത് എവിടെ ചെന്നാലും ഞങ്ങളെ കാണുന്ന വിശേഷതയുള്ളവരായാണ്. ജാതികൾ വരെ പറയണം, ഞങ്ങളുടെ കുടുംബത്തിനകത്തുനിന്ന് പാസ്റ്റർമാരുണ്ടെന്ന് പറയണമെങ്കിൽ അവർക്ക് ഞങ്ങളൊരു അഭിമാനമായി മാറിയത് കൊണ്ടാണ്. അല്ലാതെ ഉണക്ക പരിപാടിയും കൊണ്ട് നടന്നിരുന്നെങ്കിൽ അവരൊന്നും ഞങ്ങളെപ്പറ്റി പറയത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വന്തം ദേശത്ത് നിന്നാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ഈ ദേശത്തിൽ ഈ വചനം പറയുന്നത് പോലെ ഒരു വിശേഷത ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളാ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ആ വിശേഷത വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആ വിശേഷത വെളിപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വളരെ ശക്തമായ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കണം. നമുക്ക് ഈ മഹത്വം മതി, ഈ സാന്നിധ്യം നമുക്ക് മതി, ഈ നാമം ഞങ്ങൾക്ക് മതിയെന്ന് നീ ഒരു തീരുമാനം എടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനേക്കാൾ വലുത് ഞങ്ങൾക്കൊന്നും വേണ്ട. വീടല്ല വലുത്, സ്ഥലമല്ല വലുത്. ഇതെല്ലാം ചപ്പന്നും ചവറെന്നും എണ്ണുകയാണ്. അങ്ങനെ ചപ്പന്നും ചവറെന്നും എണ്ണിയ അഭിഷിക്തന്മാരാണ്. കൊട്ടാരം എനിക്ക് ചപ്പാണെന്ന്. പ്രൈസ് ദി ലോർഡ്. 9.5 കോടി രൂപ എനിക്ക് ചപ്പൻ ചവറെന്നാണെന്ന് പൗലോസുമൊക്കെ എണ്ണിയപ്പോൾ അവർ അപ്പോസ്തലന്മാരായി. അവർ ഇന്റർനാഷണൽ ലെവൽ ഉപയോഗിക്കപ്പെട്ടു. അവരുടെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമായി. അവർ ഭൂതങ്ങൾ പുറത്തു വന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തെ സ്ഥാപിക്കാൻ അവരെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് പകൽ ആത്മാവ് പറയുകയാണ്, നീയും നിന്റെ കുടുംബവും ഒരു വിശേഷതയുള്ളവരായി മാറണമെന്ന് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ന് പകൽ നീ തയ്യാറാണോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശേഷതയുള്ളവരാകണ്ടേ സജി ബ്രദറെ? വിശേഷതയുള്ളവരാകണ്ടേ? ഓട്ടോ സ്റ്റാൻഡിനകത്ത് നിന്ന് ഓട്ടോറിക്ഷ ഓടിച്ചോണ്ട് നടന്നാൽ മതിയോ? അതിനകത്തുനിന്ന് ഒരു വിശേഷത ഉണ്ടാകണ്ടേ? കുടുംബത്തിനകത്തുനിന്ന് ജാതികളുടെ നടുവിൽ നിന്നും സുവിശേഷ വേലയ്ക്ക് കർത്താവിനെ അറിഞ്ഞ് ഇറങ്ങിയ ഇതിനകത്തിരിക്കുന്ന വിജയൻ ബ്രദർ എല്ലാവരോടും ചോദിക്കുക, നിങ്ങൾക്കൊരു വിശേഷത വെളിപ്പെടണ്ടേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 9 വർഷം ഞങ്ങൾ ഇവരുടെയൊക്കെ ഇടയിൽ കിടന്ന അപമാനവും നിന്ദയും പരിഹാസവും പോസ്റ്റർ എഴുതി ഒട്ടിപ്പും എന്തെല്ലാം കേസും വഴി ഇതൊക്കെ വഴി ഈ കഷ്ടതയുടെ നടുവിലും കർത്താവ് പബ്ലിക്കിൽ 10, 100, 150 പേര് വാളും വെട്ടുകത്തിയൊക്കെ കൊണ്ടുവന്നവൻ്റെയൊക്കെ നടുവിൽ നിന്ന് ഒരിക്കന്മാരെന്നെ വെട്ടിക്കൊല്ലാത്തത് ഭാഗ്യം. കർത്താവിൻ്റെ കൃപയുണ്ട് രക്ഷപ്പെട്ട്. പ്രൈസ് ദി ലോർഡ്. കാരണം അവരെ 10, 150 വന്നപ്പോഴേ ഞാൻ അന്ന് അവർ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു പേര് പറഞ്ഞിട്ട് അത് പിശാചാണെന്ന് പബ്ലിക്ക് പറഞ്ഞവനാണ് ഞാൻ. ആരുടെ മുമ്പിലാണ് പറഞ്ഞ? RSSകാരുടെ മുമ്പിൽ വെട്ടാൻ വേണ്ടി ഭയങ്കര വടിവാളും പെട്രോളും എല്ലാം കൂടെ കൊണ്ടുവന്നപ്പോൾ 10, 150 ഉണ്ട്. അപ്പോഴുകൊണ്ട് ബാബു എന്ന് പറയുന്നൊരു പാഷ അകത്തിരിക്കുക. ഇവിടെ ഈ മഞ്ച JTSന്റെ ഭാഗത്തുള്ള ഒരു കോളനി ഉണ്ട്. കോളനിക്കകത്തൊരു ചർച്ച ഉണ്ടായിരുന്നു. ആ ചർച്ചിനകത്തുള്ള വണ്ണമുള്ള ഒരു കറുത്ത ഒരു പാഷ പാവം പുള്ളി അതിനകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് വെളിയിൽ വെട്ടാൻ കൊല്ലാൻ വേണ്ടി വന്നപ്പോൾ പുള്ളിയുടെ ശരീരം മുഴുവനും വേർത്ത് ഒഴുകി. പെട്ടെന്ന് എനിക്ക് തോന്നി പമ്പയാർ ഒഴുകുന്നതാണോ എന്ന്, അതുപോലെ അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പേടിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഭയപ്പെടേണ്ട ഭാഷ, ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങളെ തൊടൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
അവരെല്ലാം കൂടെ ഞങ്ങൾ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവർ ചോദിച്ചെടാ എന്ന് പറഞ്ഞ് ഇനി വിളിക്കാൻ ഒന്നുമില്ല, അങ്ങനെ വിളിച്ചിട്ട് വെട്ടിക്കൊല്ലും അതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് നിൻ്റെ ഇതുവരെ ആ സംഭവം ഉണ്ടല്ലോ, ആ പേര് പറഞ്ഞിട്ട് അത് ദുഷ്ട പിശാചിനെയാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നേടാ. പ്രൈസലോ, ഇനി മരിച്ചാലും ജീവിച്ചാലും യേശുവിനെ. അന്നത്തെ തൻ്റെ ഇടം ഇന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഇനി വല്ല ആത്മാവ് കയറിയ വരും. പ്രൈസലോ, ഹല്ലേലൂയ. അത് പല സ്ഥലങ്ങളിലും നമ്മൾ ഇങ്ങനെ സംഭവം വിട്ടുപോയിട്ടില്ല, ഉണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രൈസലോ, സ്തോത്രം. അന്ന് എന്നെ കൊന്നുകളയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. കാരണം ഇത് ആരെങ്കിലും കേട്ടോണ്ട് നിൽക്കുമോ? അവരുടെ മുഖത്ത് നോക്കി അവരൊക്കെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരെ ഇത്ര ശക്തമായിട്ട് പബ്ലിക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അവരെന്നെ കൊന്നുകളയാത്തത് എൻ്റെ മേൽ ഈ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ അന്ന് ഭയങ്കരമായൊരു തീക്ഷ്ണത കർത്താവിൻ്റെ നാമം പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിനെ അടിച്ചു കൊന്ന കെട്ടിത്തൂക്കി അത് ഒരു കട്ടിലായിരുന്നെങ്കിൽ ആ കട്ടിലും കെട്ടിയിട്ടുകൊണ്ട് നീ നടക്കുമായിരുന്ന ആളാന്ന് മുക്കോലയ്ക്ക് ജംഗ്ഷനിൽ വെച്ച് 7-8 പിന്നെ RSSകാർ എന്നോട് ചോദിച്ചു. ആ RSSകാർ ഏത് വഴി ഓടിയെന്ന് പിന്നെ കണ്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുക്കോലയ്ക്ക് ജംഗ്ഷനിൽ വെച്ച് അപ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തൊരു ദൈവശക്തി വന്ന് എന്ത് വന്നെന്ന് എനിക്കറിഞ്ഞൂടെ. ഞാൻ അങ്ങോട്ട് തുടങ്ങി പരിപാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പറഞ്ഞവനൊക്കെ ഏത് വഴി ഓടിയെന്ന് അറിഞ്ഞില്ല. ഹല്ലേലൂയ. കാരണം ഒരു തീക്ഷ്ണത നിന്റെ ഉള്ളിൽ യേശുവിൻ്റെ നാമം പറയുമ്പോൾ ഒരു തീക്ഷ്ണത വേണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ അഭിഷിക്തന്മാരെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ കേട്ടോണ്ട് വായുമ്പളന്ന് അടുക്കളയിൽ കൂടെ കയറി വരുന്നവനെ റൂമിനകത്ത് പിന്നെ ഇരുത്തി സംസാരിക്കുന്നതല്ല നിന്റെ തീക്ഷ്ണത. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ കുറിച്ച്, ശുശ്രൂഷകന്മാരെ കുറിച്ച്, കർത്താവിനെ കുറിച്ച്, സുവിശേഷ പ്രവർത്തനങ്ങളെ കുറിച്ച് ആരെങ്കിലും തെറ്റായി പറയുമ്പോൾ അവന് കൂട്ട് എന്ന് ഇനി ഒരു പക്ഷേ ഞാനും നിങ്ങളുമായിട്ട് പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റിൽ സംസാരിക്കുന്നവനെ അല്ല ദൈവം ഉപയോഗിക്കുന്നത്. നിന്റെ ഉള്ളിൽ നിന്നൊരു സിംഹം പുറത്തു വരണം, ഒരു വിശ്വാസത്തിന് ഒരു തീഷ്ണത ഉണ്ടാകണം, ഒരു തീ നിന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടണം. അവരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. പവർ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവനല്ല, ഇന്റർനാഷണൽ ഭാഷന്മാരുടെ കൈകൊണ്ട് കൈവപ്പ് കിട്ടുന്നവനല്ല ദൈവം ഉപയോഗിക്കുന്നത്. നീ ദൈവത്താൽ ഉപയോഗിക്കപ്പെടണമെങ്കിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും മുമ്പില്, പബ്ലിക്കില്, ജാതികളുടെ മുമ്പില്, ശത്രുക്കളുടെ മുമ്പില് നീ ദൈവത്തിൻ്റെതാണെന്ന് നീ തെളിയിക്കാൻ ഒരു ആണത്വം നിനക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു തൻ്റെ ഇടം ഉണ്ടാകണം, നട്ടലുണ്ടാകണം. നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയും കൊണ്ട് നടക്കുന്നവനല്ല ദൈവം റിവൈവൽ ഏൽപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോടും ദൈവസഭയോടും ദൈവരാജ്യത്തോടും ശുശ്രൂഷകന്മാരോടും ഒക്കെ ഒരു തീക്ഷ്ണമായ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പല സന്ദർഭങ്ങളിൽ ദൈവം ഞങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏതാണ് നല്ലത്, ഏത് വഴിയാണ് നിങ്ങൾക്ക് നല്ലത്? പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർമാര്, ശുശ്രൂഷകര്, ചർച്ചിലുള്ളവര് ഒരു വലിയ വിഷയമുണ്ടപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായി പോയി, നിങ്ങൾ ഇനി സഭയിൽ വരണ്ട, പള്ളിയിൽ വരണ്ട. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഈ പരിപാടി നിർത്തിക്കോ, നിങ്ങളെ കൊണ്ട് ഇത് നടക്കത്തില്ല. നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ ചർച്ചിനെ അവർ ആക്രമിക്കും, ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് നിങ്ങൾ ഇനി വരണ്ട, നിങ്ങൾക്ക് പറ്റിയതല്ല. റോസ് ചന്ദ്രൻ്റെ ഫാമിലിയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ വന്നാൽ ഞങ്ങളുടെ സഭയും കൂടെ അവർ ആക്രമിക്കും, അതുകൊണ്ട് ഇനി ഞങ്ങളുടെ സഭയിൽ വരണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്ത്യാനികളും പാസ്റ്റർമാരും ശുശ്രൂഷകരും ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് പാസ്റ്റർമാർ പറഞ്ഞിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, മഹിമ കണ്ട സാക്ഷിയായതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഞങ്ങളെ വിളിച്ചിറക്കി, ദൈവം ഞങ്ങളുടെ കൈ പിടിച്ച് പുറത്തു കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കണ്ടിറങ്ങിയവൻ ഒരു പ്രശ്നത്തിലും എത്ര നാൾ മാറിയിരുന്നാലും അവൻ വേറെ അന്യാരാധനയ്ക്കും പിറകിലോട്ട് തിരിഞ്ഞു പോകത്തില്ല. തൻ്റെ ഇടമുള്ളവൻ എത്ര വർഷം കഴിഞ്ഞാലും ദൈവത്തെ കണ്ടില്ലെങ്കിലും, ദൈവസാന്നിധ്യം അനുഭവിച്ചില്ലെങ്കിലും, പാഷന്മാരെ കണ്ടില്ലെങ്കിലും, ഇന്ന് പകല അവൻ യോശുവയെ പോലെ താഴ്വാരങ്ങളിൽ മാറിയിരുന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പും ധൈര്യമുള്ളവരായി വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഒരു റിവൈവലിന് വേണ്ടി, ഒരു പുറപ്പാടിന് വേണ്ടി, അടുത്തൊരു വെളിപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു തലമുറ ഇന്ന് പകല സ്വസ്ഥത നീ അനുഭവിക്കണമെങ്കിൽ, നീ വിശേഷ ജാതിയായി മാറണമെങ്കിൽ ഇന്ന് പകല് നിന്റെ ഡിസിഷനുകൾ, നിന്റെ തീരുമാനങ്ങൾ അത് വിശേഷതയുള്ളതായിരിക്കണം. സ്തോത്രം. സാധാരണ ഓർഡിനറി ആയിട്ടുള്ള ഡിസിഷൻ എല്ലാവർക്കും എടുക്കാൻ പറ്റും.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു 50 ലക്ഷം രൂപ അക്കൗണ്ടിനകത്തുണ്ട്, വിശ്വാസത്താൽ ഇനി വീട് വെക്കണം. അതല്ല വിശ്വാസം. 50 ലക്ഷം രൂപയും കൊണ്ട് വീട് വെക്കാൻ നടന്നിട്ട് പറയാണ് വിശ്വാസം. വിശ്വാസത്തോടെ ഒരു വീടിന് തറക്കല്ലിടാൻ പോണെന്ന്. ഹല്ലേലൂയ. 5 പൈസ നിന്റെ അക്കൗണ്ടിനകത്തില്ലാതിരിക്കുമ്പോൾ നീ പറയുന്നതാണ് വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ട ഫെയ്ത്ത് നമ്മുടെ സിറ്റുവേഷനിലെ കണ്ടുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളെക്കാൾ വലിയവനായ ദൈവത്തെ കണ്ട് തൻ്റെ ഇടത്തോടെ വിശ്വസിക്കാൻ നീ തയ്യാറാകുമ്പോൾ കർത്താവ് പറയും, മകനെ മോശേ, നീ ചോദിച്ചത് ദൈവം എൻ്റെ സാന്നിധ്യമാണ്, പക്ഷേ ഞാൻ നിനക്ക് എൻ്റെ മഹത്വം കാണിച്ചു തരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വിശേഷതയുള്ളവരായി മാറിയെങ്കിലും ഇനി നാളെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ വിളിക്കപ്പെട്ടവരാ. അടുത്ത വാചകം വായിച്ചു, അതിനകത്ത് വേറെ ഉണ്ട്. എടുത്ത് ബൈബിള് പൂട്ടി വെച്ച പെട്ടെന്ന് വായിച്ചോ. വിശേഷതയുള്ളവരാണ്. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. ആര് പറഞ്ഞ വാക്കുപോലെ ചെയ്യുമെന്ന് യഹോവ ആരോട് പറഞ്ഞു? മോശയോട് പറയുകയാണ്, നീ പറഞ്ഞ വാക്ക്. ഇത് എന്നെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ദൈവം പറയുന്ന വാക്കാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. പക്ഷേ ദൈവം മോശയോട് പറയുകയാണ്, മോശെ നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യും? നീ പറഞ്ഞ വാക്ക് പോലെ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വി ആശാരി എന്ന് പറയുന്ന ഒരു ദേവദാസനുണ്ട്. അദ്ദേഹത്തിനോട് ദൈവം പറഞ്ഞു, മോനെ നീ എന്ത് പറഞ്ഞാലും നടക്കും. ഹല്ലേലൂയ. DGS ദിനകരനോട് ദൈവം പറഞ്ഞു, നീ എന്ത് പറഞ്ഞോ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, നീ പറയുന്നത് ഭൂമി നടക്കും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ഉള്ളിൽ അത് വേണമെന്നുണ്ടോ? നീ പറയുന്നത് സംഭവിക്കണമെന്നുണ്ടോ? നീ പറയുന്ന വാക്ക് അതുപോലെ സംഭവിക്കപ്പെടണം. സൈൻ ചെയ്യുന്ന ഒരു ദൈവം നീ ഈ ഭൂമിയിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അത് ചെയ്യാൻ ഒരു സ്വർഗം നിന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു അനുഭവം നിനക്ക് താല്പര്യമുണ്ടോ? ഇന്ന് പകൽ വിശേഷപ്പെട്ട ചില തീരുമാനങ്ങൾ എൻ്റെ കർത്താവിൻ്റെ കൂടെ ചേർന്ന് നിൽപ്പാൻ, ആ ദൈവ സാന്നിധ്യത്തിനകത്ത് നടപ്പാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവം പറയും, നീ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെടും, നീ ഈ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. ശക്തമായി കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് പകൽ ആത്മാവിലും സത്യത്തിലും ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഏലിയാവ് തീ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ വാക്ക് കേട്ട ദൈവം തീ ഇറക്കിയെങ്കിൽ ഈ ആണ്ടിനെ ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഴ പെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അത് ദൈവം അത് സൈൻ ചെയ്തെങ്കിൽ അതുപോലെ ഒരു ഏലിയാവായി ഇന്ന് പകരം നിന്നെ ദൈവം മാറ്റാൻ പോവുകയാണ്. അതുപോലെ ഒരു യോശുവയായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഗ്ലോറി. നമ്മൾ വായി തുറന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നടക്കുന്നു എന്നൊക്കെ ആൾക്കാർ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ കൊടുത്ത വില ഭയങ്കരമാണ്. പ്രൈസ് ദി ലോർഡ്. വില കൊടുക്കാതെ നീ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. നീ പറയുന്ന വാക്ക് ദൈവം കേൾക്കണമെങ്കിൽ എൻ്റെ അഭിഷിക്തൻ വായി തുറന്നിട്ടുണ്ട്. അവൻ്റെ വായിൽ നിന്ന് വന്ന വചനം തിരിച്ച് അത് നിവർത്തീകരിച്ചിട്ടല്ലാതെ മടങ്ങി വരത്തില്ലെന്ന് നിന്നെ നോക്കി ദൈവം കൽപ്പന പുറപ്പെടുവിക്കണമെങ്കിൽ ഇന്ന് പകൽ നിന്റെ ഫെയ്ത്ത് അത് ഓർഡിനറി ഫെയ്ത്ത് ആണെങ്കിൽ സംഭവിക്കത്തില്ല. ഒരു എക്സ്ട്രാ ഓർഡിനറിയായി ഒരു വിശേഷപ്പെട്ട വിശ്വാസം, അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ് ഇന്ന് പകൽ നീ എടുക്കാൻ തയ്യാറാകണം. നിന്നെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകള് നീ നിറപടിയായി, പ്രൈസ് ദി ലോർഡ്, നിന്റെ തലമുറ വിശന്നിരുന്നാലും നിന്റെ ഭവനം പട്ടിണിയാണെങ്കിലും എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്യാൻ നീ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ നിന്നെ നിന്റെ തലമുറയെ ദൈവം നോക്കും, ദൈവം മാനിക്കും. പ്രൈസ് ദി ലോർഡ്. ആരംഭ കാലഘട്ടങ്ങൾ രാവിലെ ഇറങ്ങിപ്പോയാൽ ശുശ്രൂഷയും വിസിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 2.5 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 2.5 രൂപ വെച്ച് ഞങ്ങൾ 2 ഭാഷന്മാർ എടുത്തിട്ട് ഈ 2.5 രൂപയ്ക്ക് മാവും 1/2 കിലോ മാവും വാങ്ങിച്ചുകൊണ്ടൊന്ന് വീട്ടിൽ വന്ന് പിന്നെ അരക്കുറ്റി പുട്ട് വീതം കഴിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം കഴിക്കുന്ന അരക്കുറ്റി പുട്ടായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആ കാലഘട്ടത്തിനകത്ത് നിന്നാണ് ഓവർഫ്ലോയിങ് ആറ്റ് ഫുഡ് ഗ്ലോറിയൊക്കെ ഇപ്പോൾ വെളിപ്പെടുന്നത്. ഇപ്പോഴാണ് ഫുഡ് ഗ്ലോറിയൊക്കെ വെളിപ്പെടുന്നത്. പക്ഷെ ഈ ഗ്ലോറി വെളിപ്പെടുന്നതിന് മുമ്പ് വലിയ കഷ്ടത്തിലായിരുന്നു. അന്നും ദൈവരാജ്യത്തിന് വേണ്ടി ഓടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. സഹോദരങ്ങളെ, മഹത്വം വെറുതെ വെളിപ്പെടത്തില്ല. ശുശ്രൂഷ വെറുതെ വെളിപ്പെടത്തില്ല. നിന്റെ അകത്ത് കൃപാവരം വെറുതെ അത് വെളിപ്പെടുകയില്ല. നിന്റെ മേലൊരു കൈമാറ്റം സംഭവിക്കപ്പെടുന്നത് അത് വെറുതെ സംഭവിക്കപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇതിനൊരു വില കൊടുക്കേണ്ടി വരും.
പ്രൈസ് ദി ലോർഡ്. സോ നീ പറയുന്നത് നടക്കണമെങ്കിൽ നീ ഒരു വില കൊടുക്കണം. നിന്റെ പ്രാർത്ഥന അങ്ങനെ മാറണം. നിന്റെ ഹൃദയത്തിനകത്ത് ഒന്നാമത് ദൈവം മാത്രമായിരിക്കണം. ആ ദൈവ സാന്നിധ്യത്തെ നീ ആഗ്രഹിക്കണം. അടുത്ത വാക്യം വായിച്ചു പെട്ടെന്ന്. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. അങ്ങനെ ഉള്ളവനോട് ദൈവം പറയുക, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലേ പിന്നെ ലോകത്ത് ഒരിടത്തിൽ ഒരു വാതിലും നമുക്ക് അടയത്തില്ല. എല്ലായിടത്തും നമുക്ക് നമ്മുടെ തലമുറയ്ക്കും ഒരു മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് വേണമെന്നുണ്ടോ? ആ കൃപ നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ജാതികളിൽ നിന്നും വ്യത്യസ്തരായിരിക്കും. ഏത് ക്ഷാമകാലം വന്നാലും, ഏത് കൊറോണ വന്നാലും, എന്ത് വന്നാലും ദൈവത്തിന്റെ കൃപയുള്ളവൻ വ്യത്യസ്തനാണ്. അവൻ ഒരിക്കലും ഒരു ക്വാറന്റൈൻ അകത്തും കിടക്കേണ്ടി വരത്തില്ല. ഒരു വിഷയങ്ങളിലും പെടത്തില്ല. എത്ര വലിയ പ്രതികൂലവും ക്ഷാമവും വന്നാലും നീയും നിന്റെ തലമുറയും പട്ടിണി കിടക്കാതെ നിനക്ക് വേണ്ടി സ്പെഷ്യലായി ആ ഭൂമിയിലെ വാതിലുകൾ അടയുമ്പോൾ ആകാശത്തിലെ വാതിലുകളെ തുറന്ന് നിന്നെ മാനിക്കുന്ന ഒരു ദൈവം നിന്റെ മേൽ ഉണ്ടാകണമെങ്കിൽ ഇന്ന് പകല് ദൈവത്തിന്റെ കൃപ നിന്റെ അകത്ത് വെളിപ്പെടാൻ പോവുക. ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. നമുക്ക് ദൈവം നമ്മളെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആ അടുത്തറിയാൻ വേണ്ടി നമ്മളൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം നമ്മളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഹിഡനായിരിക്കരുത്, മറഞ്ഞിരിക്കരുത്. നമ്മൾ നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ വെളിപ്പെടുത്തി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം പറയും, ഞാൻ നിന്നെ എന്ത് ചെയ്തിരിക്കുന്നു? നിന്റെ സകലതും ഞാൻ അറിഞ്ഞിരിക്കുക. നിന്നെ മുഴുവനായി ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ദൈവം അറിയാത്തതൊന്നുമില്ല? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ലംഘനങ്ങളും ഞാൻ മറച്ചു വെക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ചു അടുത്ത്. അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ആദ്യം എന്തോ ചോദിച്ചു? ആദ്യം നമ്മളാണെങ്കിൽ ദൈവം ഇറങ്ങിയെന്ന് എന്ത് ചോദിക്കും? നമ്മളാണെങ്കിൽ ദൈവം ഇറങ്ങിയെന്ന് എന്ത് ചോദിക്കും? പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ റൂമിനകത്ത് ഇറങ്ങി വന്നു. ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നമ്മളാണെങ്കിൽ എന്ത് ചോദിക്കും? കർത്താവ്, എനിക്ക് സ്ഥലമില്ല, വീടില്ല, കാറില്ല, പ്രൈസ് ദി ലോർഡ്, അതില്ല, ഇതില്ല. ദൈവമേ, ഇതൊക്കെ ഒന്ന് സംഭവം നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് അന്തസ്സായിട്ട് തല ഉയർത്തി നടക്കാം. ഹല്ലേലൂയ. ഇതല്ലേ ചോദിക്കൂ. പക്ഷേ മോശ 2 പ്രാവശ്യം എന്ത് ചോദിച്ചു? ആദ്യം ചോദിച്ചെന്ത് ചോദിച്ചു? തിരുസാന്നിധ്യം. രണ്ടാമത് ഇത്രയൊക്കെ ദൈവം നേരിട്ട് ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിന്റെ വാക്ക് പോലെ നടക്കും. ഇതൊന്നും മോശയ്ക്കൊരു വിഷയമല്ല. എൻ്റെ വാക്ക് നടക്കാതിരിക്കുകയോ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഞാൻ വിശേഷതപ്പെട്ടവനാണോ അല്ലേ, അത് ഇതൊന്നും എനിക്കൊരു വിഷയമല്ല. വീണ്ടും ചോദിക്കുകയാണ്, അങ്ങയുടെ തേജസ് എനിക്ക് കാണിച്ചു തരുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഇവിടെ ഇപ്പൊ ഇത്രയും നേരം ഇരുന്നപ്പോൾ തന്നെ ആകെപ്പാടെ ഒരു ഇതായി. പിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ പോയാൽ മതി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന രംഗവും വീട്ടിൽ ചെന്ന് ബീഫും വെച്ച് ആഹാരം കഴിക്കുന്ന രംഗമൊക്കെയാണ് ഇവിടെ വെളിപ്പാട് പറഞ്ഞത്. ഞാൻ വലിയ വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ ഫേസ് കണ്ടാൽ എനിക്കറിയാം നിങ്ങൾ വെപ്രാളപ്പെട്ട് എത്ര പേരിയ്ക്കുന്നു, എത്ര പേർക്ക് പല പരിപാടികളുണ്ട്, എത്ര പേർ ഇത് നിർത്താൻ വേണ്ടി താല്പര്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ 2 മണിക്കൂർ തികച്ചിരിക്കാൻ പറ്റാത്ത നിന്റെ പ്രാർത്ഥന റൂമിനകത്ത് നീ എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ. തേജസ് കാണണമെന്നാ മോശ പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. കണ്ടതൊന്നും പോരാ, അനുഭവിച്ചൊന്നും പോരാ, ഈ സാന്നിധ്യം ഒന്നും എനിക്ക് പോരാ. കർത്താവേ, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് അതിന് താല്പര്യമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ്, ഇന്ന് എത്ര സമയമെടുത്താൽ എനിക്ക് അങ്ങയുടെ മഹത്വം, ആ ദൈവത്തിൻ്റെ പ്രകാശം, ആ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ് എനിക്കൊന്ന് കാണണം. എൻ്റെ ശരീരത്തിൽ ഇതിനെ അനുഭവിച്ചറിയണം. ഞാൻ ഈ റൂമിനകത്തുനിന്ന് വെളിയിലിറങ്ങുമ്പോൾ എൻ്റെ മിനിഷി വെളിപ്പെടണമെങ്കിൽ, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതികളും വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകൽ എനിക്ക് വേണ്ടത് കോടിക്കണക്കിന് രൂപയല്ല, സ്ഥലമല്ല, വീടല്ല. എൻ്റെ ലൈഫിൽ ഇന്ന് ഭൗതിക തലത്തിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന വിഷയങ്ങളല്ല എനിക്ക് വലുത്. എനിക്ക് വേണ്ടത് അങ്ങയുടെ മഹത്വമാണ്, അങ്ങയുടെ സാന്നിധ്യമാണ്, അങ്ങയുടെ ശക്തിയാണ്. ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽ നിങ്ങൾ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം ശക്തിയോടെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഇറങ്ങി വരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ പാട്ട് പാടുമ്പോൾ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ കരങ്ങളെ ചേർത്തടിച്ച്
പ്രൈസ് ലോർഡ്. അടുത്ത മാസമൊക്കെ ജനങ്ങൾ വരുമ്പോൾ ലീഡർമാരെ കണ്ട് അവരുള്ള വിശ്വാസം കൊണ്ട് നഷ്ടപ്പെട്ട് ഓടി രക്ഷപ്പെടാതെ നിങ്ങളൊക്കെ ആ തേജസ് നിറഞ്ഞ ഫേസുമായിട്ട് കഴിഞ്ഞ 2-3 മാസക്കാലമായി കാണാതിരുന്ന ജനമെല്ലാം ഇതിനകത്ത് കയറി വരുമ്പോൾ പണ്ട് കണ്ട ഹല്ലേലൂയ സഹോദരനല്ല നിങ്ങൾ, പണ്ട് കണ്ട സഹോദരി അല്ല, നിങ്ങളുടെ ഫേസ് മാറിയിരിക്കുന്നു. മഹത്വം ദാ കാണുകയാണ്, തേജസ് കാണുകയാണ്. നിങ്ങൾ ആ 2-3 മാസക്കാലം നന്നായിട്ട് ഉപയോഗിച്ചു. ആ ദൈവശക്തി നിങ്ങളുടെ അകത്ത് നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ ഏരിയയിലുള്ള വിശ്വാസികൾ നിങ്ങളെ കുറിച്ച് പറയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഒരു ഒറ്റ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിൽ, ദൈവത്തിന്റെ ഗ്ലോറി, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശക്തി അത് നമ്മുടെ അകത്ത് കത്തിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഈ ദൈവരാജ്യത്തിന് വേണ്ടി ഒരാത്മാവിനെങ്കിലും നേടാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു വിശിഷ്ടമായ തീരുമാനത്തോടെ, പ്രൈസിലോ ധൈര്യത്തോടെ, ഉറപ്പോടെ കർത്താവിൻ്റെ സന്നിധിയിൽ, കർത്താവെ സാധാരണ വിശ്വാസികളെ പോലെ എനിക്ക് ആവണ്ട, പ്രൈസ് ലോർഡ്, ഹാലെ ദേശങ്ങളെ, രാജ്യങ്ങളെ, പട്ടണങ്ങളെ എനിക്ക് ചലിപ്പിക്കണമെന്നൊരു വൈരാഗ്യം നിന്റെ ഉള്ളിലുണ്ടാകണം. നമ്മുടെ ഹൃദയത്തിലെ വാഞ്ച, പ്രൈസ് ലോർഡ്, ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ഒരു ആരാധന കഴിയുമ്പോൾ ആരാധനയെക്കുറിച്ചുള്ള അഭിപ്രായമല്ല നമുക്ക് ആവശ്യം. ആരാധന കഴിഞ്ഞതിന് ശേഷം നിന്റെ ഹൃദയത്തിലും ജീവിതത്തിലും നീ എടുക്കുന്ന തീരുമാനങ്ങൾ, അന്ന് നീ കേട്ട ദൈവിക ദൂതിന്റെ അടിസ്ഥാനത്തിൽ നിന്റെ ലൈഫിൽ നീ എടുക്കേണ്ടതായ പുതിയ തീരുമാനങ്ങൾ, നീ മാറ്റം വരുത്തേണ്ടതായ നിന്റെ ചിന്താഗതികൾ, ഒരു മാനസാന്തരം നിന്റെ ഹൃദയത്തിനകത്തുണ്ടാകണം. ഹല്ലേലൂയ, ഒരു പുതിയ തീരുമാനം നിന്റെ ഉള്ളിൽ ഉണ്ടാകണം. നീ ഒന്നാമത് എന്തിനാണ് സ്ഥാനം കൊടുക്കുന്നതെന്ന ഒരു വ്യക്തമായ ഒരു തീരുമാനം നിന്റെ അകത്ത് കത്തണം. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്നതിനേക്കാളും, പ്രൈസ് ദി ലോർഡ്, എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടാക്കുന്ന പരിവർത്തനമാണ് വലിയ കാര്യം. ആ പരിവർത്തനമാണ് നിന്നെ റിവൈവലിസ്റ്റാക്കി മാറ്റുന്നത്. ആ പരിവർത്തനം, ഹൃദയത്തിനകത്തുണ്ടാകുന്ന പരിവർത്തനമാണ് തേജസ് നിന്നെ കാണാൻ പ്രാപ്തനാക്കി മാറ്റുന്നത്. ആ പരിവർത്തനമാണ് ദൈവ സാന്നിധ്യത്തെ ചോദിക്കാൻ ഒരു വിവേകം നിനക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ശലോമോനോട് ദൈവം ചോദിച്ചു, എന്താ നിനക്ക് വേണ്ടത്? ശലോമോന്റെ ചോദ്യമാണ് വലിയ കാര്യം. എനിക്ക് ഈ ജനത്തെ നടത്താനുള്ള ജ്ഞാനം വേണം. ജ്ഞാനം മാത്രമല്ല, സമ്പത്ത് ഞാൻ നിനക്ക് തരും. മോശയോട് ദൈവം ചോദിച്ച, നിനക്ക് എന്ത് വേണം? എനിക്ക് സാന്നിധ്യം വേണം, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം. ആ ചോദ്യത്തിനാണ് അവിടെ പ്രാധാന്യം. അതിനുള്ള വിവേകമാണ് നമുക്കുണ്ടാകേണ്ടത്. കർത്താവ് ചോദിക്കുന്ന, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ നീ എന്ത് തിരിച്ചു ചോദിക്കും? ഹല്ലേലൂയ. അബ്രഹാമിന്റെ അടുക്കൽ ഇറങ്ങി വന്ന ദൈവം പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് മഹാപ്രതിഫലവും പരിചയം പലകയുമാണ്. പക്ഷെ അബ്രഹാം പറഞ്ഞത്, എനിക്കൊരു തലമുറ വേണമെന്ന്. ദൈവം പറഞ്ഞത്, തന്നെത്താനെ എന്നെ തന്നെ ഞാൻ നിനക്ക് തരികയാണ്. പക്ഷേ അബ്രഹാമിന് അത് വേണ്ട. അബ്രഹാം ചോദിച്ചത്, എനിക്ക് ഒരു മകനെ വേണം, തലമുറയെ വേണം. ഇന്ന് അതുപോലൊരു ചോദ്യത്തിന് വേണ്ടിയാണോ നമ്മൾ നിൽക്കുന്നത്? എനിക്ക് 9 കൃപാവരം വേണമെന്നാണോ നീ ചോദിക്കുന്നത്? എനിക്ക് രോഗശാന്തി വേണം, ഭൂതശാന്തി വേണം, അതാണോ നിന്റെ ചോദ്യം? എനിക്ക് ആ ദേശം പോകണം, ആ രാജ്യത്ത് പോകണം, ഇന്ന സ്റ്റേജ് വേണം, അതാണോ നിന്റെ ചോദ്യം? നിന്റെ ചോദ്യം എന്താ? നിന്റെ ആഗ്രഹം എന്താ? നിന്റെ ഉള്ളിലുള്ള ആഗ്രഹം. DGS ദിനകരൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടുപോയി നിർത്തിയപ്പോൾ DGS ദിനകരൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നത് 9 കൃപാവരങ്ങൾക്ക് വേണ്ടിയാണ്. പിതാവിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ DGS ദിനകരനെ കൊണ്ടു നിർത്തിയ പരിശുദ്ധാത്മാവ് ആ സിംഹാസനത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, നിനക്കെന്ത് വേണം? ആ ചോദ്യത്തിന് മറുപടിയായി 9 കൃപാവരം വേണമെന്ന് പറയാൻ നാക്കെടുത്തത്, വായി തുറന്നതും പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതല്ല നീ ചോദിക്കേണ്ടത്, എനിക്ക് അങ്ങേ മതിയെന്ന് പറയാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. DGS ദിനകരനെ തിരുത്തി കൊടുത്തു പരിശുദ്ധാത്മാവ്. എനിക്ക് അങ്ങയെ കാണണം, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, എനിക്ക് അങ്ങയെ മതി. ആ ചോദ്യമാണ് ഇന്ത്യ കണ്ട, ഏഷ്യ കണ്ട ഒരു അപ്പോസ്തലൻ പുറത്തു വന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഇതിനകത്ത് നിന്ന് പല സഹോദരങ്ങളോടും, യുവാക്കന്മാരും യുവതികളോടും ഞാൻ പറയുകയാണ്, നിന്റെ ഉള്ളിലുള്ള ആഗ്രഹം 9 കൃപാവരങ്ങൾക്കായിരിക്കാം. എന്നാൽ ഇന്ന് നീ ചോദിക്കേണ്ടത്, എനിക്ക് അങ്ങയുടെ മഹത്വം കാണണം, അങ്ങയുടെ തേജസ് എനിക്ക് കാണണം, തിരു സാന്നിധ്യം എന്റെ കൂടെ പോരണം, എനിക്ക് അങ്ങയെ മതി.
അതാണ് വിവേകം. ആത്മീക വിവേകം, ആത്മീക ജ്ഞാനം എന്ന് പറയുന്നതാണ് ആത്മീക പരിജ്ഞാനം. ആ ചോദ്യം നിന്നെ എല്ലാത്തിൻ്റെ ഉടമസ്ഥനാക്കി മാറ്റും. ദൈവം നിന്റെ ഉള്ളിൽ വന്നാൽ നിനക്കെല്ലാം വന്നു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വേണ്ട, ദൈവത്തിലുള്ളത് മതി എന്ന് പറയുന്നവൻ വിഡ്ഢിയാണ്. പ്രൈസ് ദി ലോർഡ്. ആ യേശു തന്നെ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ആ രാജാവ് നമ്മുടെ അകത്ത് വന്നാൽ രാജ്യം മുഴുവനും നമുക്കുള്ളതാണ്. അങ്ങനെ ചോദിക്കുന്നവരെ ഈ കാലഘട്ടത്തിൻ്റെ പ്രവാചകന്മാരും റിവൈവലിസ്റ്റുകളുമായി വ്യത്യസ്തമായി തലമുറയിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നു. ഇന്ന് മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറട്ടെ, നിങ്ങളുടെ കാഴ്ചപ്പാടൊന്ന് മാറട്ടെ. നിങ്ങൾ എന്തിനെ ആരാധിക്കുന്നു അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ എന്തിനെ ആരാധിച്ച് തറയിൽ കിടന്ന് ഉരുളുന്നു? ഉരുണ്ടിട്ട് എഴുന്നേറ്റ വല്ല മാനസാന്തരം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആരാധന നന്നായിരുന്നു, വചനം നന്നായിരുന്നു, അതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ അഭിപ്രായം ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ആവശ്യം നിങ്ങളുടെ മാനസാന്തരമാണ്. നിങ്ങളുടെ തീരുമാനങ്ങൾ പുതിയതായി മാറട്ടെ. ദൈവത്തിന്, ദൈവരാജ്യത്തിനോ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർക്കോ നിങ്ങളുടെ പ്രശംസ ആവശ്യമില്ല. കാരണം ഞങ്ങളെ വിളിച്ച ഞങ്ങൾക്കറിയാം ദൈവം ഞങ്ങളെ മാനിക്കുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു, ഞങ്ങളെ കൂടെ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. അത് നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞങ്ങൾക്ക് ഉറപ്പുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം, നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ മനുഷ്യ കഴിഞ്ഞ് വെളിയിലിറങ്ങുമ്പോൾ ഓരോ മനുഷ്യരും കർത്താവിൻ്റെ ദാസനായ നൂന്റെ പുത്രനായ യോശുവയെ പോലെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കൊതിച്ച് മണിക്കൂറുകൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാനുള്ള വാഞ്ചയുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശുനാമത്തിലെ ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. ഈ സഭയുടെ അഭിഷിക്തന്മാരെ, ലീഡേഴ്സിനെ എല്ലാവരെയും അനുഗ്രഹിച്ച ഒരു ഡബിൾ പോർഷൻ അനോയിന്റിങ്ങുമായി കർത്താവിൽ നിന്ന് പ്രാപിച്ചതും കൊണ്ടിവിടെ വരട്ടെ. പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിനോട് നിന്നും പ്രാപിച്ചത് ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നവരായി മാറുവിൻ. അപ്പോൾ വ്യത്യസ്തമായത് ജനത്തിന് കൊടുക്കാൻ ദൈവം നിങ്ങളുടെ കയ്യിൽ തരും. കർത്താവായ യേശുവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ആമേൻ. ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നമ്മൾ കേട്ട ദൈവിക ദൂതിനോടും പ്രാപിച്ച ദൈവശക്തിയോടും കാലാവസാനത്തോളം ഉണ്ടാക്കപ്പെടുമാറാകട്ടെ. അർക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ,